പ്രിയപ്പെട്ടവരെ നമസ്കാരം. പ്രതിദിനം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നമ്മുടെ പണ്ടത്തെ ഇറയത്താണ് ഇരിക്കുന്നത്. മഴയുണ്ട്, ഇപ്പോഴത്തെ ഇറയത് തന്നെയാണ്. ഇറയത്തിന് മാറ്റമൊന്നുമില്ലേ. പണ്ട് നമ്മൾ ഇവിടെ ഇരുന്നിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു തുടങ്ങുന്നത്. ഫുഡ് ടേസ്റ്റ് ചെയ്യുന്നത്, വർത്തമാനം പറഞ്ഞ് കഥകൾ, ചരിത്രം, അത് ഇതൊക്കെ പറഞ്ഞു തുടർന്ന് ഇവിടെ ഇരുന്നിട്ടായിരുന്നു. വേറെ തുടങ്ങ്. അത്രയ്ക്കധികം കമന്റുകളാണ് നമുക്ക് വന്നിരിക്കുന്നത്. വീഡിയോ എടുക്കണതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ അടുത്ത്. പറയൂ. ചേട്ടൻ നോക്കിയേ, ഷർട്ട് ഇട്ടിട്ട് നല്ല ഭംഗിയില്ലേ കാണാൻ. ഇങ്ങനെ കമന്റ് റീഡിങ് എടുക്കുമ്പോൾ ചുള്ളനായിട്ട് നല്ല കസവും മുണ്ടും ഷർട്ട് ഇട്ടിട്ട് വന്നിരിക്കും. കുളിച്ചു കാലത്ത് കുളിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ബാക്കി വീഡിയോ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ പുറത്തേക്ക് പോകുമ്പോഴോ അങ്ങനെയൊക്കെ ടീഷർട്ട് എടുത്തിട്ട് മഴതോളി ഇറങ്ങിയ സരിതേ. മഴതോളി ഇറങ്ങിയ അതിന്റെ മുകളിൽ കൊട വയ്ക്കി ഫോൺ മഴ നനയും, അതല്ല ഉദ്ദേശിച്ചത്. അങ്ങനെ ഫസ്റ്റ് കമന്റിൽ നമുക്ക് തുടങ്ങാം ട്ടാ. ബിന്ദു പ്രസാദ്. കുറേ ബിന്ദു ചേച്ചിമാരുണ്ട് നമുക്ക്. സരിതക്കുട്ടി, അജുവിനെ വല്ലാണ്ടങ്ങ് കുറ്റം പറയാൻ നിൽക്കണ്ടാട്ടോ. അജുവിന് ഇടയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. ഓ ദേഷ്യം വന്നല്ല, അവൻ എന്താണ് കാണിക്കുമെന്ന് പറയാൻ പറ്റില്ലേ. ഞാനതുപോലെ പറയും. കറിവേപ്പില കൊണ്ട് എറിയുന്നത് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു. പാവമല്ലേ നമ്മുടെ അജു, വിട്ടേക്ക് സരിതേ. പിന്നെ സരിത ഇങ്ങനെ അജുവിന്റെ കുറ്റം പറയുന്നത് കേൾക്കുന്ന ചിലർക്കെങ്കിലും സരിതയോടൊരു ദേഷ്യം തോന്നുന്നുണ്ടെന്ന് ചിലരുടെ കമന്റ് കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്. അത് വേണ്ടാട്ടോ സരിതക്കുട്ടി. അജുവിന് ഇഷ്ടമുള്ളതുപോലെയേ അജു ചെയ്യുള്ളൂ എന്നറിയാമല്ലോ. പിന്നെ എന്തിനാ വെറുതെ പറഞ്ഞ് വെറുപ്പ് മേടിക്കുന്നത്? അജുവിൻ്റെ ഇത്തരം അനുസരണക്കേടും കുറുമ്പും ഒക്കെ ഇഷ്ടപ്പെടുന്നവരല്ലേ ഭൂരിഭാഗം പേരും. അതങ്ങനെ തന്നെ പോയിക്കോട്ടെ. എന്നോട് ദേഷ്യമൊന്നും തോന്നല്ലേ കുട്ടിയോളെ. എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും ആരും കുറ്റം പറയുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് പറഞ്ഞു പോയതാ കേട്ടോ. അതൊക്കെ പോട്ടെ, ഞാൻ എവിടേക്കൊക്കെയോ ഈശ്വര കാട് കയറിപ്പോയത്. എന്തായാലും സരിതക്കുട്ടിയുടെ പാട്ട് ഒരുപാട് ഇഷ്ടമായി. പാചകവും അടിപൊളിയായിട്ടോ. നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. സന്തോഷം. കൂടുതലൊന്നും അധികം സംസാരിക്കുന്നില്ല. അത്രയ്ക്കധികം കമന്റുകളാണ് വായിക്കാനുള്ളത്. എല്ലാത്തിനും നല്ല. ഞാൻ ചേട്ടന്റെ കുറ്റല്ലല്ലോ പറയണേ, ഞാൻ ഉള്ള കാര്യമല്ലേ പറയണേ. ദൈവമേ, മഴ തുടങ്ങി. അയ്യോ, നമ്മുടെ ഫോണിരിക്കണതേ ഷൂട്ട് ചെയ്യുന്നത് പുറത്താണ്. വായിച്ചോ മഴ? ഇത് വാട്ടർ പ്രൂഫ് അല്ലേ ഫോൺ, അതുകൊണ്ട് കുഴപ്പമില്ല. ആദർശ് പണിക്കർ. നമസ്തേ അജുവേട്ട, സരിത കൊള്ളാം. മനോഹരം വിഭവസമൃദ്ധമായ ഒരു പാചക വീഡിയോയും പിന്നെ കുറേ തമാശകളും കളിയാക്കലുകളും മനുഷ്യസഹജമായ പരസ്പര കുറ്റപ്പെടുത്തലുകളും അതിലെ സന്തോഷവും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള നിഷ്കളങ്കമായ ചിരിയും ഒക്കെയായി അജുവേട്ടൻ തിളങ്ങി. പിന്നെ അതിമനോഹരമായ ഒരു ഗാനം ആലപിച്ച സുന്ദരമായ അഭിനയം കാഴ്ചവെച്ച് സരിതയും പത്തരമാറ്റോടെ തിളങ്ങി. എല്ലാ മലയാളികളും പാടാൻ ആഗ്രഹിക്കുന്ന, പാടിക്കൊണ്ടേയിരിക്കുന്ന അതിമനോഹരമായൊരു ഗാനം. തൂഷനില മുറിച്ചു വെച്ച് തുമ്പപ്പൂ ചോറ് വിളമ്പി. എത്ര മനോഹരമായ വരികളാണ്. സരിത സുന്ദരമായി പാടി, മനോഹരമായിരിക്കുന്നു. എന്തായാലും ഈ സുന്ദരമായ വീഡിയോ മനോഹരം. ഹാപ്പി, സ്നേഹം, ഇഷ്ടം, പതിവ് പോലെ തന്നെ പിക്ചർ ക്ലാരിറ്റി മനോഹരം, ലൊക്കേഷൻ പ്രിയതരം. അഭിനന്ദനങ്ങൾ രണ്ടുപേർക്കും. വിശിഷ്യ ക്യാമറ കൈകാര്യം ചെയ്ത ജഗ്ഗുവിനും അഭിനന്ദനങ്ങൾ. അടുത്ത മനോഹരമായ വർണ്ണക്കാഴ്ചകൾക്കും പാട്ടിനുമായി കാത്തിരിക്കുന്നു. സസ്നേഹം പണിക്കർ. സന്തോഷം. ഷർമിള റജി. പാവം ഞങ്ങളുടെ അജുചേട്ടൻ. സരിതയുടെ പീഡനം കൂടുന്നുണ്ട് എന്ന് ഇന്ന് മനസ്സിലായി. പക്ഷെ ഒക്കെ ഉള്ളിൽ ഒതുക്കി നടക്കുന്നു. വേണ്ട സരിത, വിട്ടേക്ക്. മറ്റേതിൽ പറഞ്ഞ പോലെ കൊല്ലണ്ട. ഇത് കഴിഞ്ഞ ഞായറാഴ്ച നമ്മളെടുത്ത വീഡിയോ, അവര് റിഹേഴ്സലിന് വരുമ്പോ ഫുഡ് ഉണ്ടാക്കുന്ന ഈ അടുത്ത കാലത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ്. എനിക്ക് മാത്രമല്ല, നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അല്ല ഒന്നുമില്ല ചേട്ടനെ അങ്ങനെ ഞാനിങ്ങനെ ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ ഇടിച്ച് നിൽക്കണം എപ്പോഴും. അപ്പൊ ചേട്ടന് അങ്ങനത്തെ വീഡിയോ എന്തൊരു ഇഷ്ടമാണെന്നറിയോ? നിങ്ങൾ എന്നിട്ട് പറയും പാവം അജുവിനെ കളിയാക്കി പാവം തോന്നി അജുവിന്റെ മുഖം കണ്ടപ്പോ. പക്ഷെ ആൾക്ക് ഇഷ്ടം അതാണ്. അങ്ങനെ ഞാനിങ്ങനെ പിന്നാലെ നടന്ന് ചൊറിഞ്ഞു നിൽക്കണത്. എനർജി ഉണ്ടാവണം വീഡിയോക്ക്. നമ്മൾ വെറുതെ തണുപ്പം മറ്റുള്ളത് ഇങ്ങനെ വർത്താൻ പറഞ്ഞു എന്തായിരിക്കും നിങ്ങൾക്കും തണുപ്പം. ഇന്നലത്തെ വീഡിയോയില് ഒരു കമന്റ് ഉണ്ടല്ലോ, അത് ചേട്ടൻ എടുത്തിട്ടുണ്ടാവോ? ഞാൻ അഭിനയിക്കണ പോലെ തോന്നുന്നു ഇപ്പോഴത്തെ വീഡിയോകളില്. അത് പാടില്ലാന്ന്. അജുവേട്ടനെ ചൊറിഞ്ഞ് അങ്ങനെ നിങ്ങൾ രണ്ടുപേരും തല്ലൂടി അങ്ങനെ നിൽക്കില്ലേ? എന്നിട്ടെങ്കിലും കാണുമ്പോ കളിയാക്കി ചേട്ടനെ കൗണ്ടർ അടിച്ച് അങ്ങനെ തന്നെ എന്നോട് നിൽക്കാൻ. ഇന്നലത്തെ വീഡിയോ കണ്ടപ്പോ ഞാൻ അഭിനയിക്കണ പോലെ തോന്നുന്നു. ഞാൻ ഭയങ്കര മയത്തിലാണ് ചേട്ടനോട് സംസാരിക്കണത്. ഞാൻ അഭിനയിക്കണതല്ല, ചില ദിവസം ആ മൂടാവും എനിക്ക് എന്ത് കേട്ടാലും. പ്രത്യേകിച്ച് ഇങ്ങനെ ചേട്ടനെ ചൊറിയാനൊന്നും തോന്നില്ല. ചില ദിവസമാണ് കേൾക്കുമ്പോഴേക്കും നമ്മൾ ഭയങ്കര ഇതിൽ വരട്ടാ കമൻറ്റ് വായിക്കട്ടെ. ജിഷ വിനോദ്. ഇന്നലെ എനിക്ക് കമൻറ്റ് ഇടാൻ പറ്റുന്നില്ല. ഈ വീഡിയോ അടിപൊളിയായിരുന്നു. കമൻറ്റ് ഇടണം തോന്നി, എത്ര നോക്കിയിട്ടും പറ്റിയില്ല. ഹൈപ്പ്, അതിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല.
സരിതയുടെ പാട്ടും അഭിനയം എല്ലാം കൂടെ സൂപ്പർ. ചില കുറെ പേര് പറയുന്നുണ്ട് കമന്റ് ഇടാൻ പറ്റണില്ല എന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് കാണണ്ടാവില്ലായിരിക്കും, കമന്റ് പോയിട്ടുണ്ടാവും, നമുക്ക് കാണാൻ പറ്റും, ബാക്കിയുള്ളവർക്കും കാണാൻ പറ്റും, പബ്ലിക്കിന് കാണാൻ പറ്റുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നിന്ന് തന്നെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു എറർ വന്നിട്ടേ എത്ര കോടിക്കണക്കിന് വീഡിയോകളും കോടി കോടാനുകോടി കമന്റ്സ് ആണ് ഇങ്ങനെ ഈ യൂട്യൂബിൽ ഓരോ ദിവസം കയറിക്കൊണ്ടിരിക്കണം. അപ്പൊ അതിന്റെ എന്തെങ്കിലും എറർ ആവാം ഇതൊക്കെ കാണാത്തത്. ഒരു ദിവസം ഒരു പെൺകുട്ടി ഒരു കമന്റ് സെയിം കമന്റ് 5-6 അങ്ങോട്ട് വട്ടം, ഞാൻ 6 വട്ടം അതിന് റിപ്ലൈ കൊടുത്തു. ആ കമന്റ് സെയിം കമന്റിന് അല്ല കമന്റ് കിടക്കുന്നുണ്ട്, അതിന് കാണണ്ടാവില്ല. അതാണ് ആള് വീണ്ടും വീണ്ടും അത് ഇട്ടോണ്ടിരിക്കണേ. ആളത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോ കമന്റ് കാണില്ല, അപ്പൊ അത് വീണ്ടും ഇടും. അങ്ങനെ 160 കമന്റ് 170 കമന്റ് എടുത്തിട്ടുണ്ട്. ദുഷ്ടാ. ഞാനൊരു ചെയ്യാ അജു പാവം, സ്റ്റീൽ കലത്തിന്റെ കാര്യം ഇനി സീരിയസ് ആക്കി എടുത്തോളും. ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞു, വിഷമിച്ച പോലെ നിൽക്കുന്ന കണ്ടു. കലം വാങ്ങിക്കും. അടുത്തത് സരോജ് പട്ടാമ്പി, കുറെ കാലായല്ലോ കണ്ടിട്ട്. വാ, ഭയങ്കര ഇഷ്ടമായ വീഡിയോ. സരിത പാടുമ്പോൾ അജുവിന്റെ സന്തോഷം ഒന്ന് കാണണം, എന്നും നന്മകൾ. അടുത്തത് ബേബി ഷാജി, അജു എന്ത് ചെയ്യുമ്പോഴും സരിത സരിത എന്ന് എപ്പോഴും വിളിച്ച് നടക്കുന്നത് സ്നേഹം കൊണ്ടല്ലേ മോളെ, അതിനും വേണം ഒരു ഭാഗ്യം. എനിക്കാണെങ്കിൽ സരിത എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല, വേറെ എന്തെങ്കിലും ഓമന പേര് എന്നെ വിളിച്ചുകൂടെ. ഒരു പ്രവാസി 621, കുമ്പളങ്ങയുടെ മാംസം എന്തുട്ടാ സരിത ചെയ്ത്, അതിന്റെ മാംസം ചെത്തികളെന്ന് പറഞ്ഞത്. ഉഷ്ണം ഉഷ്ണേന ശാന്തി കൃഷ്ണ, ഒരു കോഫി കൂടി ആവാം. ശ്രീലത PV, ആ പൊരി വെയിലത്ത് നിന്ന് പാചകം ചെയ്തിട്ട് നല്ല പാട്ടും പാടിയ സരിതയാണ് സൂപ്പർ. താങ്ക് യു. ചെല്ലമ്മ ശശിധരൻ, ഈ സരിതയുടെ വിചാരം പുള്ളിക്കാരി എന്തോ സംഭവമാണെന്നാണ്, അജുവിനെ എപ്പോഴും ഇൻസൾട്ട് ചെയ്യുന്നു, പാവം അജു. നമുക്ക് സ്വയം ഒരു സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ നല്ലതാ. നമ്മളൊരു സംഭവമാണെന്നൊക്കെ വിചാരിക്കണതൊക്കെ ചില സമയത്ത് നമുക്ക് ഗുണം ചെയ്യും. അല്ലാണ്ട് നമ്മൾ ഭയങ്കര ഒതുങ്ങി കൂടി പോവും, അയ്യോ എന്നെ ഒന്നിനും കൊള്ളില്ല അങ്ങനെ വിചാരിക്കും. അങ്ങനെയല്ല, നമ്മളെല്ലാവരും എന്തിനെങ്കിലുമൊക്കെ കൊള്ളും. മുഖത്തൊരു പ്രസാദം കൂടുന്നു, കോൺഫിഡൻസ് ലെവൽ ഓവർ വേണ്ട, ഓവർ അഹങ്കാരം വേണ്ട, കണ്ണുകളിൽ തിളക്കം കൂടും. അപ്പൊ അത് ആ പ്രസന്നത നിങ്ങളിലേക്കും പകരും. അതന്നെ, അതാണ് എൻ്റെ ഇത്. ആനന്ദലത, എന്തൊരു സൂപ്പർ ആയിരുന്നു അഞ്ജന കണ്ണെഴുതി പാട്ട്. വർക്കിന് പോകണമായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ കേട്ടിരിക്കാൻ കണ്ടിരിക്കാൻ എന്താ സുഖം. സൂപ്പറോ സൂപ്പർ കേട്ടോ. ജോലിക്ക് പോണ്ട കാരണമാണെന്ന്, അല്ലെങ്കിൽ അത് കണ്ടിരിക്കുന്നു. നല്ല രസമായിട്ട് എനിക്ക് പണ്ടത്തെ പാട്ടുകൾ ഇങ്ങനെ കാണിച്ചിട്ട് ഷീല ജയബാല അവരൊക്കെ അഭിനയിക്കില്ല, എനിക്ക് അങ്ങനെ കാണിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവിടെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ പാട്ട് പാടുമ്പോ അങ്ങനെ ചെയ്ത് കാണിക്കാറുണ്ട്. അപ്പൊ ചേട്ടൻ എന്നോട് പറയും കാലം എടുക്കണം. അപ്പൊ ഞാൻ ചേട്ടനോട് പറയാ, അല്ല ചേട്ടൻ അപ്പൊ എന്നോട് പറയാം നിനക്കിത് വീഡിയോയിൽ ഇങ്ങനെ ചെയ്തുകൂടെ. അല്ല അത് നല്ല രസമാണ് കാണാനായിട്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴുള്ളവരൊന്നും അങ്ങനെ അഭിനയിച്ച് ഇങ്ങനെ ചെയ്യില്ലല്ലോ. നമുക്ക് മിമിക്രി മറ്റേ സ്റ്റേജുകളിൽ TV ഷോകളിലൊക്കെ അല്ല അങ്ങനെ കാണുന്നത്. അല്ല നമ്മൾ വീട്ടിലിപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യും. ഞാൻ ചേട്ടനൊരു റീൽ അയച്ചതുണ്ടായിരുന്നു, ഒരു പെൺകുട്ടിയുടെ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് അങ്ങനെ വെച്ചിട്ട് അതങ്ങനെ മറ്റേ ശരിക്ക് ഡബ് സ്മാഷ് അതുപോലെ അഭിനയിക്കണത് അങ്ങനെ. അന്നമ്മ ഫിലിപ്പ്, സരിത അജുവിന്റെ സ്നേഹം എത്ര വലുത്, ഒരു സ്റ്റീൽ കല ഉടനെ മേടിച്ചോണേ അജു. ഒരു പ്രവാസി 1401, എന്റെ അജുവേട്ടാ സ്തുതി, കിഷോർ ബ്രോ കയ്യിലിരിക്കുന്ന മലയാളം ഡയലോഗ് വായിക്കാൻ പാടുപെടുന്നു. അപ്പോഴാണ് ചേട്ടൻ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ തുടങ്ങിയ ഇത്യാദി ഭാഷകൾ അവന് വെള്ളം പോലെയാണെന്ന്. ആ സമയത്താണ് മലയാളം അത് ചേട്ടന്റെ ഹാൻഡ് റൈറ്റിങ്ങിന്റെ ആയിരിക്കും. ചേട്ടന് നല്ല ഹാൻഡ് റൈറ്റിംഗ് ആട്ടോ, പക്ഷെ ചിലപ്പോൾ മനസ്സിലായില്ലേ, മലയാളം കൂട്ടക്ഷരം എഴുതും ചേട്ടൻ, അപ്പം നമുക്ക് മനസ്സിലാവണ്ടേ വായിക്കാൻ. സ്നേഹലത നായർ, ഇൻ ദിസ് വീഡിയോ ഐ ഫെൽറ്റ് സരിത യു ടോക്സ് വേർ ഇമ്മച്വർ, ട്രൈങ് ടു ബി ബെറ്റർ ദാൻ അജു. വാട്ട് എവർ യു സേ അബൌട്ട് അജു ഇൻ പബ്ലിക് വിൽ ഹിറ്റ് ബാക്ക് അറ്റ് യു. യു ക്യാൻ ഡു ബെറ്റർ സരിത, യു ആർ എ ലൈവ്ലി പേഴ്സൺ, തിങ്ക് മോർ ക്രിയേറ്റീവ്ലി. യുവർ സെക്കൻഡ് തമിഴ് സോങ് വാസ് ഗ്രേറ്റ്, എൻജോയ്ഡ് ഇറ്റ്. സ്നേഹലത ചേച്ചിക്ക് ആ വീഡിയോയിൽ തന്റെ സംസാരം അധികം ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ പബ്ലിക്കായിട്ട് ഇങ്ങനെ അജുവിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയരുതെന്നാണ് സ്നേഹലത ചേച്ചിയുടെ അഭിപ്രായം. അജിത ഷാജു, ഹായ് ഡിയേഴ്സ്, സരിതയുടെ പാട്ട് സൂപ്പർ, അധോലോകത്തിന്റെ വരവിനായി കാത്തിരിക്കുന്നു. അജു ചേട്ടൻ സരിതയോട് ചോദിച്ചിട്ട് ചെയ്യുന്നത് ഇഷ്ടമാണ്, അതാ അങ്ങനെയൊക്കെ പറയുന്നത്. തീരുമാനമൊക്കെ അജു ചേട്ടന്റെ തന്നെ.
പക്ഷെ സരിതയോട് ചോദിക്കണം. ഷിഹാബ് മുഹമ്മദ് അലി, അജു പറഞ്ഞതാണ് ശരി. രാപ്പകലിൽ മമ്മൂട്ടിയും എഴുതുന്നത് ഇങ്ങനെയാണെങ്കിലും വായിക്കേണ്ടത് അങ്ങനെയല്ല. അതാണ് അജു. അത് ഈ ഇങ്ങനെ മറ്റേല് പറഞ്ഞില്ലേ ചോദിക്കണത്, എൻ്റെ അടുത്ത് ചോദിക്കണം എന്നുള്ളത്. പക്ഷെ എന്നാ മെയിൻ കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് ചോദിക്കാറില്ല ചേട്ടൻ. ഇപ്പൊ ഈ റോഡ് പണി ഇതൊരു വലിയ കാര്യല്ലേ. ഇത് സനീഷിനെ വിളിച്ച് ചോദിച്ചിട്ട് ഇത് ചെയ്യണ ആൾക്കാരെ ഫോൺ നമ്പർ വാങ്ങിക്കലും അവരെ വിളിക്കലും അവരോട് സംസാരിക്കലും ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇതൊക്കെ ചേട്ടനെ ഒറ്റയ്ക്കാണ് ചെയ്തത്. അതുപോലെ ഈ ട്രീ ഹൗസിന്റെ കാര്യം ഇതൊക്കെ ആ വീഡിയോ കണ്ടതും തീരുമാനിച്ചതും അവരെ വിളിപ്പിച്ചതും പറഞ്ഞതും അതൊക്കെ ചേട്ടൻ. ഇവിടെ ഡിയെ മുളക് പൊടി ഒരു സ്പൂൺ ഇടണ, ഡിയെ അത് അങ്ങോട്ട് വയ്ക്കട്ടെ, ആ പാത്രം എടുത്ത് ഇങ്ങോട്ട് വയ്ക്കട്ടെ, ഈ പാത്രം അങ്ങോട്ട് തിരിച്ചു വയ്ക്കട്ടെ, തീ കത്തിക്കട്ടെ, തീ കെടുത്തട്ടെ ഉള്ള കാര്യങ്ങൾ എന്നോട് റോഡ് പണിയുടെ കാര്യമൊക്കെ പറഞ്ഞു. അയ്യോ. ജെസ്സി ടാർസസ്, ആഹാ അടിപൊളിയായിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ. ഒരു സിനിമ കാണുന്നത് പോലെ ഉണ്ടായിരുന്നു. രണ്ടുപേരുടെയും സൗന്ദര്യ പിണക്കങ്ങളും പാചകവും സരിതയുടെ പാട്ടും എല്ലാം കൂടി എന്ത് രസമായിരുന്നു കാണാനും കേൾക്കാനും. അതിലും നമ്മളിങ്ങനെ ഓരോന്നൊക്കെ പറയണതൊന്നും സീരിയസ് ആയിട്ട് നിങ്ങൾ എടുക്കരുത് കേട്ടാ. ഇതൊക്കെ നോർമൽ ഒരു ഭാര്യയും ഭർത്താവ് ഒരു വീട്ടിൽ സംസാരിച്ച് പോണതാ. നമ്മളതൊരിക്കലും സീരിയസ് ആക്കി എടുക്കുകയോ അത് ഉള്ളിൽ വെച്ചിരിക്കുകയോ ദേഷ്യത്തിൽ തല്ലൂട്ടോ വഴക്കോ ഇതൊന്നുമില്ല അല്ലേ. അത് ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് പ്രണയഗാനം പാടി അതിൻ്റെ ഇടയിൽ അതും നടക്കും, ഒക്കെ നടക്കും. മൃദുല ബിജി, ഇന്നത്തെ വീഡിയോ സൂപ്പർ. സരിതയുടെ പാട്ട് അഭിനയം അടിപൊളിയായിട്ടുണ്ട്. ചേട്ടാ അത് ആസ്വദിക്കുന്നുമുണ്ട്. ഇതുപോലെയുള്ള വീഡിയോ ഇനിയും പ്രതീക്ഷിക്കുന്നു. സന്തോഷം. തങ്കം നായർ, വളരെ നല്ല വീഡിയോ. എനിക്ക് നിങ്ങളുടെ വീഡിയോയും നിങ്ങളെയും നല്ല ഇഷ്ടമാണ്. രണ്ടുപേരുടെയും വർത്താനം കേൾക്കാൻ നല്ല രസമാണ്. വീടാകുമ്പോൾ ഇങ്ങനെ ഭാര്യയും ഭർത്താവും തമ്മിൽ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതെല്ലാം ഒരു രസമാണ്. സരിതയുടെ പാടിയുള്ള അഭിനയം സൂപ്പറായി. ശിവദാസ് അമ്പലപ്പറ്റ, ഇന്നത്തെ സാമ്പാർ വീഡിയോ അടിപൊളി. സരിത പാട്ട് സൂപ്പറായിട്ടോ. അധോലോക അഭിനേതാക്കളെ കാണാൻ പറ്റാഞ്ഞതിൽ വിഷമം തോന്നുന്നു. ഒരാളെ ഒരു നോട്ടം കണ്ടു, അയാളുടെ ശബ്ദം കേട്ടില്ല. പിറ്റേ ദിവസം പിന്നെ വീഡിയോ കാണിച്ചിട്ടുണ്ട്. ഹരിലാൽ, സരിതേച്ചി അടിപൊളിയായി അഭിനയിക്കുന്നുണ്ട്. ചേട്ടന്റെ അടുത്ത നാടകത്തിലെ നായിക ആക്കിയാലോ നമുക്ക്? നോ 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 നോ, എനിക്ക് നാടകത്തിലൊന്നും അഭിനയിക്കാൻ ഇഷ്ടമില്ല. ഞാൻ അഭിനയിക്കാൻ റെഡിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 പേരുണ്ട്. എന്തോരം പേര് വിളിക്കുന്നുണ്ടെന്ന് അറിയോ നാടകത്തിൽ അഭിനയിക്കുമെന്ന് ചോദിച്ചിട്ട് അവിടെ തന്നെ. പക്ഷെ എനിക്കിഷ്ടമില്ല. അത് നല്ല അത്യാവശ്യം നല്ല കഴിവ് വേണം. ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറയണ പോലെ അല്ല സ്റ്റേജിൽ നാടകം അവതരിപ്പിക്കാന്ന് പറഞ്ഞാൽ. ലതാ മോഹൻ, ഇന്നത്തെ പാചകവും സരിതയുടെ പാട്ടും സൂപ്പർ. സരിതയുടെ പാടികൊണ്ടുള്ള അഭിനയം കണ്ട് ചിരിച്ച് ചത്തു. സരിതയ്ക്ക് കൂടി നാടകത്തിൽ അഭിനയിച്ചു കൂടെ? അജു, നമുക്ക് അടുത്ത ഒത്തുകൂടലിന് ഒരു കല ഉറപ്പായും വാങ്ങണം. അങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റില്ലല്ലോ, നമ്മളോടാ കളി. ഗീതാ നാരായണൻ, സരിതേ അജു നിങ്ങളെപ്പോഴും ഹാപ്പിയായി ഇരിക്കണം ട്ടോ. എല്ലാവർക്കും നിങ്ങൾ മാതൃക കപ്പിൾസ് ആവട്ടെ. അടുത്തത് സിന്ധു ഖത്തർ, സരിത അജുവിനെ കളിയാക്കുന്നത് കണ്ടിട്ട് ചിരിച്ച് വയറ് വയ്യാണ്ടായിന്ന്. ചിരിച്ച് വയ്യാണ്ടായി. കളിയാക്കണത് അങ്ങനെ ഇഷ്ടമുള്ള ആളുകൾ എത്രയോ പേരുണ്ട്. ഭൂരിഭാഗം പേര് അത് തന്നെയാണ്. മായ നന്ദികത്ത്, ഗുഡ് മോർണിംഗ് അജു ചേട്ടാ. സരിത മോനെ, സരിത പാട്ടൊക്കെ സൂപ്പറായി, അഭിനയം വേറെ ലെവൽ. ഞാനൊരു അഭിപ്രായം പറഞ്ഞോട്ടെ കുട്ടിയെ, അഭിനയിക്കുമ്പോൾ അത് ചെയ്യുക, അതിന്റെ ഇടയിൽ വേറെ പരിപാടിക്ക് നിക്കല്ലേ. നല്ല ഭാവിയുള്ള മോളാ. അതെ, ഒരു തുമ്പി ചിത്രശലഭത്തിനെ കണ്ടു. അപ്പൊ ചിത്രശലഭത്തിന് എടുക്കാൻ നോക്കുമ്പോ ചിത്രശലഭം ചേട്ടൻ്റെ മേത്ത് വന്ന് ഇങ്ങനെ ഇരുന്നു. അപ്പൊ ഞാൻ അതാണ് ജഗ്ഗുവിനോട് ഇത് കാണിച്ചു കൊടുത്തത്, അച്ഛൻ്റെ മേലിരിക്കണത് ഷൂട്ട് ചെയ്യാൻ. അപ്പോഴത്തേക്കും അവന് വരുമ്പോഴേക്കും അത് പറന്നുപോയി. അപ്പോഴാണ് ഞാൻ അവിടെ നിന്നോന്ന് പറഞ്ഞത്. പിന്നെ പാടുമ്പോഴാണ് പട്ടി കുരയ്ക്കുന്നത് കേട്ടോ. അപ്പം വല്ലവരും വന്നോ നോക്കാനാണ് ആ പാടിക്കൊണ്ട് അങ്ങോട്ട് പോയപ്പോൾ അവിടെ ആരും ഇല്ല, വന്നിട്ടില്ല. ഇതൊക്കെ ഇവിടെ സംഭവിക്കുന്നതാണ്, ഇവിടെ സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അടുത്തത് മുനീറ ഹബീബ്, സരിതയെ എനിക്കിഷ്ടമാണ് കൂട്ടുകാരി, നിന്റെ പാട്ടുകൾ എപ്പോഴും നൊസ്റ്റു, 80-90കളിലെ പാട്ടുകൾ. അടുത്തത് തോമസ് മംഗലം, നമസ്കാരം ഉണ്ട് കേട്ടാ. ഭയങ്കര സന്തോഷത്തിലെ രണ്ടാളും, പ്രത്യേകിച്ച് സരിത. ഓ പിന്നെ പൊതിച്ചോറിൻ്റെ ദിവസം ഇത്രയ്ക്ക് സന്തോഷമൊന്നും ഉണ്ടാവാറില്ല. ഇന്നിപ്പോൾ പാടുന്നു, വാടുന്നു, അഭിനയിക്കുന്നു, സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യാത്ത പോലെ. പിന്നെ പാട്ടിൻ്റെ ഇടയിൽ പൂങ്കോഴി കൂവിയിട്ടും കള്ളൻ അവൻ എന്ന് പാടുമ്പോൾ അജുവിനെ ചൂണ്ടിക്കാണിക്കുന്നത് എന്തിനാ? തമാശയ്ക്കായാലും. 24 മണിക്കൂറും വീട്ടിലുണ്ടാകുന്ന ആളും നല്ലൊരു ശതമാനം വീട്ടുപണികൾ ചെയ്യുന്ന ആളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അത് മോശമല്ലേ? ചേട്ടനെ കൊണ്ട് ഞാൻ തോറ്റു. പൊതിച്ചോറ് ഉണ്ടാക്കുമ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യം ഒരു 9:30 ആ സമയത്തേക്ക് എത്തും. അപ്പൊ ആ സമയം പിടിക്കും നമുക്ക് എല്ലാ ഈ 10 പൊതിച്ചോറും നമുക്ക് സെറ്റ് ആക്കേണ്ട ഒരു വെപ്രാളം ഉണ്ടാവല്ലോ. അതുണ്ടാവും. ഇതിനങ്ങനെയില്ലല്ലോ. ഇതിനങ്ങനെയില്ല. പിന്നെ വരാൻ പോണത് ആരാണ്? നമ്മുടെ അധോലോകം ടീമുകളെ വൈബിളുള്ള ആൾക്കാരാണ് വരാൻ പോണത്. അവര് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ
എന്താ പറയാ, നിങ്ങൾക്ക് അത് ഊഹിക്കാൻ പോലും പറ്റില്ല ഇവിടുത്തെ ബഹളം പിന്നെ എന്തിട്ടാണെന്നുള്ള. ആകെ കലപില ചിരിയും വർത്താനം. ജയന്തേച്ചിക്ക് ഉണ്ടല്ലോ ആ അങ്ങേറ്റാണ് എനർജിയുടെ. അപ്പോ ഭയങ്കര രസമായിരിക്കും അവര് വരുമ്പോ. അപ്പൊ അവര് വരാൻ പോവാന്ന് കേൾക്കുമ്പോ നമുക്കൊരു സന്തോഷം ഉണ്ടാവും ഉള്ളില്. പിന്നെ കള്ളനവൻ വന്നില്ല എന്നുകൊണ്ട് എനിക്ക് വേറെ അയലക്കത്തെ വല്ല ആണുങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ചേട്ടൻ എന്ത് വർത്താനം ഈ പറയണത്? 24 മണിക്കൂറും കൂടിയുള്ള ആൾ തന്നെയാണ്. പക്ഷെ പാട്ട് പാടുമ്പോൾ നമ്മളങ്ങനെ ജസ്റ്റ് അഭിനയിക്കുന്നു മാത്രം. പിന്നെ ഈ ചേട്ടൻ വേറൊരു കമന്റ് ഇട്ട് റിപ്ലൈ കൊടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതെന്തിട്ടായിരുന്നു? വായിക്കാം, നമുക്ക് ആലോചിച്ച് പറയാം. ഓർമ്മ വരുമ്പോൾ പറയാട്ടാ. സന്ധ്യ ബാലൻ, സരിത മുംബൈയിൽ നിന്നൊരു ഹിന്ദി ഗാനം പാടൂ, എനിക്ക് ആ ഗാനം ഇഷ്ടമാണ്. പൽ 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 ദിൽ കെ പാസ് തും രഹത്തെ ഹോ, ആ ഗാനം ഒരു വരി മാത്രമേ പാടിയുള്ളൂ. കിഷോർ കുമാർ പാടിയതാണെന്ന് തോന്നുന്നു. അതെ, കിഷോർ കുമാർ പാടിയത് തന്നെയാണ് അത്. എനിക്ക് നല്ല ഇഷ്ടമുള്ള പാട്ടാണ്. ഞാൻ എപ്പോഴും വെക്കും. കുറേ ഹിന്ദി പാട്ടുകൾ വെക്കണ കൂട്ടത്തിൽ അതും വരും. അയ്യോ, അത് പെട്ടെന്ന് പാടുമ്പോൾ അതിൻ്റെ പിച്ച് കറക്റ്റ് ആവണില്ല. ഇല്ല, അത് 2 വരി. അതെനിക്ക് ഫുള്ളൊന്നും അറിയില്ല. ഞാൻ വേറെ എപ്പോഴേലും ഏതെങ്കിലും നോക്കി പാടാട്ടാ. 5 വരികൾ അങ്ങനെ അറിയില്ല. ആ ഫസ്റ്റത്തെ 2 വരി ഞാൻ അറിയാം. അത് നമ്മുടെ റോണ്ടഡോൺ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പാട്ട് 1985 എറണാകുളത്താന്ന് തോന്നുന്നുണ്ട്. കിഷോർ കുമാറും യേശുദാസും കൂടിയിട്ടൊരു സംഗീത ഇത് നടന്നിരുന്നു. നിശി ഉണ്ടായിരുന്നു എന്ന്. അധികം ആർക്കും അറിയാത്ത ഒരു കാര്യമാണെന്നത്. അതില് ഈ റോണ്ടഡോണിന്റെ അച്ഛനും അച്ഛമ്മയൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടെന്ന്. ആ ഗാനമേള അവർക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടെന്ന് 85. സെൽവരാജ് സുധാകരൻ, ഇന്നത്തെ വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അമ്മയുടെ അഭിനയവും പാട്ടും അച്ഛൻ്റെ ആസ്വദിച്ചുള്ള നിൽപ്പും ജഗ്ഗുവിൻ്റെ റിയാക്ഷൻ എന്തായിരുന്നു എന്ന് കാണാൻ പറ്റിയില്ല. ഉറങ്ങുന്നതിന് മുമ്പ് പാട്ട് കേൾക്കുക എൻ്റെ ഒരു ശീലമായിരുന്നു. പിന്നീട് നിങ്ങളുടെ വീഡിയോ കാണലായി. ഇപ്പോൾ നിങ്ങളുടെ വീഡിയോ വരുമ്പോൾ തന്നെ കാണണമെന്നായി. ഓഫീസിലിരിക്കുമ്പോഴാണ് നിങ്ങളുടെ വീഡിയോ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പം തന്നെ ലൈക്ക് അടിക്കും. നാട്ടിലെ 10:30 മണിക്ക് ടീ ബ്രേക്ക് ഉണ്ട്. അപ്പോൾ നേരെ റൂമിൽ വന്ന് വീഡിയോ കാണും. മുഴുവൻ കാണാൻ പറ്റൂല. അപ്പോഴേക്കും തിരിച്ച് ഓഫീസിലേക്ക് പോകണം. പിന്നെ ലഞ്ച് ബ്രേക്കിന് വന്നിട്ടാണ് ബാക്കി കാണുന്നത്. ഒരുപാട് സ്നേഹത്തോടെ. എന്തൊരു ഇഷ്ടമാന്ന് നോക്കിയല്ലേ ആളുകൾക്ക്. അന്ന് രാഗിയും സജീവനും ആൻ്റെമാലയ്ക്ക് ടൂർ പോയി പറഞ്ഞൊരു ചേച്ചി. ആ ആൻ്റെമാല ടൂറ് പറയാ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളാണ്. ഇത്ര മണിക്ക് ഇത്ര അവിടെ എത്തണം, അത്ര മണിക്ക് അവിടെ എത്തണം, അങ്ങനെ അങ്ങനെ അങ്ങനെ. അതിൻ്റെ ഇടയിലുണ്ട് ഞങ്ങളുടെ 2 വർത്താനം കേൾക്കണം ഒരു സ്ഥലത്ത് നിന്ന്. അപ്പൊ രാഗി പെട്ടെന്ന് ഞെട്ടിത് എവിടെ നിന്നാന്ന് വെച്ചിട്ട് ആൻ്റെമാനിലിട്ടാ. അപ്പിണ്ട് ഒരു ചേച്ചീൻ്റെ ഗ്യാപ്പിൽ പോയിട്ട് നമ്മുടെ വീഡിയോ കാണാം. അങ്ങനെ അവ പറയാ, അതയ്യോ ഇവരുടെ വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് വന്ന് ഞാൻ കണ്ടില്ലെങ്കിൽ ഭയങ്കര മനസ്സമാധാനക്കേടാ. എന്തുട്ടെന്ന് ഉള്ളതെന്ന് അറിയാൻ വേണ്ടി. ലീഡർ സീറ്റ് ഔട്ട്. പ്രേമൻ ചേട്ടൻ ഫേവറേറ്റ് ഫുഡ് അറ്റ് സെന്റ് അലോഷ്യസ് കോളേജ് ക്യാൻറ്റീൻ ഡ്യൂറിങ് ഹിസ് കോളേജ് ഡേയ്സ്? കായം പയറും ആണോന്ന് കോളേജ് ഡേയ്സിൽ ആയിരിക്കും. സോന സി, അജുവിനെയും സരിതയെ ഒരുപാട് ഇഷ്ടം. വീഡിയോ മുഴുവൻ കാണുന്നതിന് മുൻപേ കമന്റ് ചെയ്യുകയാണ്. നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് ഓഫീസ് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് ഞാനും ഹസ്ബൻഡും കൂടെ ഫുൾ വീഡിയോ കാണും. ഓൾ ദി ബെസ്റ്റ് അജു ആൻഡ് സരിത. സന്തോഷം. BGS നായർ, ചിലർ അങ്ങനെയാണ്, അഭിപ്രായങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും, എന്നിട്ട് സ്വന്തം തീരുമാനപ്രകാരം കാര്യം നടത്തും. എന്തായാലും അഭിപ്രായങ്ങൾ സരിതയോട് ചോദിക്കുന്നുണ്ടല്ലോ, അത് തന്നെ സമാധാനം. കുറേ കാണുകൾ ഇങ്ങനെ തന്നെയാണ്. ഭാര്യയോടുള്ള റെസ്പെക്ട് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ സ്വന്തം അഭിപ്രായങ്ങൾ നടപ്പിലാക്കും. കണ്ടെടുത്തോളം അജു എന്ന പച്ചയായ മനുഷ്യൻ തെറ്റായ തീരുമാനങ്ങളെ അംഗീകരിച്ചു തരുന്നുണ്ടല്ലോ. സുഹ്ര ACS, ഹായ് സരിത, അജു ഏട്ടാ, ജഗ്ഗുകുട്ടൻ, നമസ്കാരം. നമസ്കാരം. വീഡിയോ എന്തായാലും സൂപ്പർ. പിന്നെ സരിതയുടെ പാട്ടും അഭിനയം എന്താ ചെയ്യല്, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. സരിത പറഞ്ഞ പോലെ അവരും കൂടി വന്നിട്ട് റിഹേഴ്സൽ കഴിഞ്ഞ് ഊണും കഴിച്ചിട്ട് വൈൻഡപ്പ് ചെയ്താൽ മതിയായിരുന്നു. ഇതെന്തോ പെട്ടെന്ന് കഴിഞ്ഞ പോലെ. 34 മിനിറ്റ് ഉണ്ടായിരുന്നു. ബൈജു പാണ്ഡ്യത്ത്, അജുബായ് താങ്കൾ സിനിമയിൽ ഉറപ്പായും വരട്ടോ. സത്യം, താങ്കളെ പോലുള്ള ഒരു വ്യക്തി സിനിമയിൽ അത്യാവശ്യമാണ്. നാച്ചുറൽ ആക്ടർ. താങ്കൾ സിനിമയിൽ വന്നാൽ എന്നെ മാനേജറാക്കണം. പിന്നെന്താ, ധൈര്യമായിട്ട്. ഹെൽവിൻ, അജുവേട്ടാ, സരിതേച്ചി നമസ്കാരം. ഇന്നത്തെ വീഡിയോ അടിപൊളി. സരിതേച്ചി എപ്പോഴൊക്കെ കൂടുതൽ അരി കഴുകുന്നത് കാണുമ്പോൾ അപ്പം ഞങ്ങൾക്ക് മനസ്സിലാവും ഒന്നുകിൽ അധോലോകം അല്ലെങ്കിൽ ഗസ്റ്റ് ആരെങ്കിലും ഉണ്ടെന്ന്. കൂടുതൽ ഞങ്ങൾക്ക് ആഗ്രഹം അധോലോകം ഉണ്ടാകണമെന്നാണ്. ഇതിൻ്റെ ബാക്കി നാളെ കാണാൻ പറ്റുമോ? ജയന്തി ചേച്ചിയും പ്രേമേട്ടനെയും ശശിയേട്ടനെയും കണ്ടിട്ട് ഒരുപാടായി. നിങ്ങളിങ്ങനെ അടിച്ച് പൊളിച്ച് ജീവിക്കൂ, ഞങ്ങൾക്കതാണ് സന്തോഷം. ഡാലിയ ദിവാകരൻ, പുല്ല് അവിടെ എങ്ങാനായിരുന്നു എങ്കിൽ ഒരു സ്റ്റീൽ പുല്ല് അവിടെ എങ്ങാനായിരുന്നെങ്കിൽ ഒരു സ്റ്റീൽ കലം വാങ്ങിക്കൊണ്ട് തന്നേനെ.
നിർത്തി അങ്ങ് അപമാനിക്കുക അല്ലേ? ചുമ്മാ പറഞ്ഞാണ് കേട്ടോ, എനിക്കറിയാം നിങ്ങളുടെ രീതി. റെജി പോൾ സെന്റ് മേരീസ് ഹൈസ്കൂൾ. എന്തായാലും സരിതയുടെ ആരാധകനാണ് അജു. പാട്ട് പാടുന്നത് നല്ല രസമുള്ളതാണ്. കൊതിച്ചു പോകുന്ന ജീവിതമാണ് നിങ്ങളുടെ. അടുത്തത് ഈശ്വര സിംബൈ ആൻഡു എന്നിട്ടാണ് ആ ഓട്ടാ, ശരിക്കും അറിയില്ല. ഇന്ന് രണ്ടുപേർക്ക് എന്തു പറ്റി? ബഹളമയമായി തീർന്നല്ലോ, എന്നാലും രസമായിരുന്നു കണ്ടിരിക്കാൻ. ഈ ബഹളമാണ് നമുക്കിഷ്ടം, വീഡിയോയിലായാലും വീഡിയോ എടുക്കാത്തപ്പോഴായാലും. സ്റ്റാർഡസ്റ്റ് ആൻഡ് ക്രസ്റ്റ്. അജു എന്തു പറഞ്ഞാലും ഞങ്ങൾക്കിഷ്ടം. പിന്നെ സരിത പറയുന്നതിലും കുറച്ച് കാര്യമില്ലേ? അതൊരു കുറ്റപ്പെടുത്തലല്ല, നല്ലൊരു കുടുംബത്തിൽ സംഭവിക്കുന്നു മാത്രം. ലവ് യു സരിത പെണ്ണേ, അജു ആൻഡ് ജഗ്ഗു. സുനിതാമണി. എൻ്റെ അജു, കാറ്റടി കൂടെ വേണം എന്നല്ല, കാറ്റടിച്ചാലേ നനയുള്ളൂ എന്നാണ് പറയേണ്ടത്. ഞാൻ കുറേ കാലമായി നിങ്ങൾക്ക് കമൻ്റ് ഇട്ടിട്ട്, എന്നാൽ അജുവിൻ്റെ തർക്കിക്കൽ കേട്ടിട്ട് എനിക്കിത് പറയണമെന്ന് തോന്നി. എന്നാലും ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും ചേർന്നാലേ ഞങ്ങളുടെ അജു ആവുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. മുഹമ്മദ് ഹാദി. എത്ര അടി കൂടിയാലും സരിത പാട്ട് പാടുമ്പോൾ അജുവേട്ടൻ ആസ്വദിച്ച് നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ്. സൂപ്പർ വീഡിയോ. കെ എ ജോയ് കള്ളിക്കാട്. നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി അടിക്കി. ആളുടെ മനസ്സിലിരിപ്പ് നോക്ക്, വർത്താനം പറഞ്ഞ് കണ്ട് കൊടക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും. അടിപൊളി. അയ്യോ. ഉഷ ഷാജി. നമസ്കാരം. അതൊന്ന് പറഞ്ഞാലേ അജുവിന് സമാധാനമാകൂ. എൻ്റെ മകളും ഇതുപോലെയാണ്. ഡ്രസ്സുകൾ എടുത്തു വെച്ചിട്ട് ഇതിടട്ടെ അതിടട്ടെ എന്ന് ചോദിച്ച് നമ്മളെ ശല്യം ചെയ്യും. എന്നിട്ട് അവൾക്ക് ഇഷ്ടമുള്ളത് ഇടുകയും ചെയ്യും. എല്ലാ വീട്ടിലുണ്ടല്ലേ. രാജ്കുമാർ. സരിതക്കുട്ടി, അഞ്ജന കണ്ണെഴുതി വളരെ മനോഹരമായി പാടി. എന്നാലും പാട്ട് റിക്വസ്റ്റ് ചെയ്ത ആളെ നീ ഇത്ര പെട്ടെന്ന് മറന്നല്ലോ. വിഷമായി ആൾക്ക്. അപ്പൊ രാജ്കുമാർ എന്ന് പറഞ്ഞ ചേട്ടനാണ് ഈ പാട്ട് പാടുമെന്ന് ചോദിച്ചത്. അമിതമായ സാഹിത്യം കലർത്താതെ എത്ര ലളിതമായ ഭാഷയിലാണ് ഭാസ്കര മാഷി വരികൾ എഴുതിയിരിക്കുന്നത്. അതെ, ശരി, മനോഹരം. ഭാസ്കര മാഷിന്റെ വരികളൊക്കെ ഭയങ്കര ലാളിത്യം തുളുമ്പുന്ന വരികളാണ്. ഹണി സാജൻ. ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങൾ കമൻറ്റ് ചെയ്ത്, പലപ്പോഴും തോന്നിയിട്ടുണ്ട് അയക്കണമെന്ന്, പക്ഷെ നടന്നില്ല. ഇന്ന് പക്ഷെ നിങ്ങൾ ചോറ് ഊറ്റിയപ്പോൾ സരിതയുടെ പ്രോബ്ലം പറഞ്ഞ് ഫലിപ്പിക്കാൻ അജുവിൻ്റെ ബുദ്ധിമുട്ട് കണ്ട് സരിതയുടെ കൂടെ ഞാനും ചിരിച്ച് ചത്തു. അത് ചേട്ടന് പറയാൻ നോക്കിയിട്ട് പറ്റുണ്ടായിരുന്നില്ലല്ലോ. ഞാൻ ഊറ്റണ സ്ഥലത്ത് ഓർമ്മയുണ്ട്, അത് ആ ഭാഗം ഇരുന്ന് കണ്ടോക്കുക, അപ്പോൾ മനസ്സിലാവും. ഞാനും ആ ഭാഗം കണ്ടപ്പോൾ ഞാനും വീണ്ടും ചിരിച്ചു വീഡിയോ കണ്ടപ്പോൾ. ജോജോ ജോൺ. കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല, ആ പാവത്തിനെ വിട്ടുപിടി, അതൊരു മിണ്ടാപ്രാണി. അജു എന്തായാലും വാങ്ങിത്തരും. പിന്നെ സരിതയ്ക്കും വാങ്ങാൻ കേട്ടോ. എൻ്റെ പെണ്ണ് എന്ത് വാങ്ങിയാലും ഞാനൊന്നും പറയാറില്ല, അവൾ തന്നെയാണ് വാങ്ങുന്നത്. അതുപോലെ അജുവും ഒന്നും പറയില്ല, എൻ്റെ ഉറപ്പ്. ഒരു തൃശ്ശൂർക്കാരൻ്റെ ഉറപ്പ്. ശരിയാ, ഞാനിപ്പോൾ വല്ലതും പുറത്തു പോയിട്ടൊക്കെ വാങ്ങിച്ചോണമെന്നാലൊന്നും ഇതെന്തിരത് വാങ്ങിച്ചതെന്ന് ചോദിച്ചിട്ട് എന്നെ ചീത്ത പറയാൻ വരില്ല. പക്ഷെ എന്താ പ്രശ്നം? ഞാൻ ഒറ്റയ്ക്ക് പുറത്ത് പോകാറില്ല ഒന്നും വാങ്ങാൻ, അതാണ് പ്രശ്നം. നമ്മൾ രണ്ടുപേരും കൂടിയിട്ടാണ് വാങ്ങിക്കാൻ പോകാറ്, അല്ലെങ്കിൽ ചേട്ടൻ വാങ്ങിച്ചു കൊണ്ടുവരാ ചെയ്യാറ്. നാസർ അഹമ്മദ്. അജൂസ് വേൾഡിൻ്റെ കൺമണികൾക്ക് എൻ്റെ കരളിൽ പതിഞ്ഞ അഭിനന്ദനങ്ങൾ. ആഷാഢമാസം ആത്മാവിൽ മോഹം അനുരാഗമധുരമാമന്തരീക്ഷം. ഒരു പാട്ടിൻ്റെ പല്ലവിയാണിത്. ഇതിൻ്റെ ഉള്ളടക്കമാണ് നിങ്ങളുടെ ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത്. മനസ്സിലായി? അനുരാഗമധുരമായ അന്തരീക്ഷമാണെന്ന് അവിടെ. പ്രണയാതുരമായ ഒരു കാവ്യഭംഗി ഈ എപ്പിസോഡിൽ ഉടനീളം ഒഴുകുകയായിരുന്നു. അഞ്ജന കണ്ണെഴുതി നിന്ന് എന്തെല്ലാം ഒരുക്കി വെച്ചിട്ടും അജുവിനെ കൈ ചൂണ്ടിക്കൊണ്ട് ഈ കള്ളൻ വന്നില്ല എന്നുള്ള സരിതയുടെ പരിഭവം. സരിതയുടെ അഭിനേത്രി മിഴിവാർന്നു നിൽക്കുന്നു. പ്രേമന് ഇഷ്ടപ്പെട്ട കായും പയറും സാമ്പാറൊക്കെ നന്നായിരുന്നു. അജുവിന് നിഷ്കളങ്കമായൊരു ചോദ്യം എൻ്റെ ചെവികളിൽ മുഴങ്ങുന്നു. തങ്കം, സാമ്പാറിന് വറുത്തരയ്ക്കണോ വറുക്കാതരയ്ക്കണമോ? എൻ ബി. പൽപൽ രഹത്തി ഹോ എന്ന പാട്ടിൻ്റെ ഒരു വരി പകുതി മാത്രമേ പാടിയുള്ളൂ. അതിമനോഹരമായ ഈ ഗാനം അടുത്ത എപ്പിസോഡിൽ പാടി കേൾക്കാൻ ആഗ്രഹമുണ്ട്. അടുത്തത് അരുൺ നായർ. ഇമ്പോർട്ടൻ്റ് 3 സ്റ്റാർ ഇട്ടിട്ട് ഇമ്പോർട്ടൻ്റ് നാട്ടാളെ എഴുതിയേക്കണേ. എന്തുകൊണ്ടാണെന്നറിയില്ല എല്ലാവരും സരിതയെ കുറ്റപ്പെടുത്തുന്നു. സരിത അജുവിനെ എന്തുകൊണ്ട് കുറ്റപ്പെടുത്തുന്നു എന്നുകൂടി ആലോചിക്കുക. അജു തികച്ചും ഒരു ശുദ്ധനാണ്. പക്ഷെ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യും എന്നുകൂടി ഓർക്കുക. നമുക്കെല്ലാവർക്കും അറിയാം, അവർ യഥാർത്ഥ ജീവിതം ക്യാമറയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു, അല്ലാണ്ട് മറ്റു ചിലരെ പോലെ കുലസ്ത്രീ ചമഞ്ഞ് സർവകലാവല്ലഭ എന്ന ഭാവത്തിൽ പ്രേക്ഷകരെ മണ്ടന്മാരാക്കി ജീവിക്കുന്നില്ല. സത്യത്തിൽ അജു ആണ് യഥാർത്ഥ ഭാഗ്യവാൻ. സരിതയെ പോലെ കാര്യങ്ങൾ അതിൻ്റെ പക്വതയോടെ കൈകാര്യം ചെയ്യുന്നൊരു ഭാര്യയെ കിട്ടിയതിന്. താങ്ക് യു അരുൺ. എന്തെങ്കിലും പറയാനുണ്ടോ ചേട്ടന്? അല്ല, സത്യസന്ധമായി പറഞ്ഞ അത് തന്നെ നല്ല ഇതാണ്.
ഗില്ലി ബോസ് എവർ. റിഹേഴ്സൽ ചെയ്യാൻ പോയ ബാലകൃഷ്ണ, അജു ചേട്ടൻ, ഞാൻ കരുതി വല്ല ബുക്കോ പേപ്പറോ എങ്ങാനും എടുക്കാൻ പോകാണെന്ന്. നീ എന്തിനാ ഉള്ളിയും വെളുത്തുള്ളി എടുക്കാൻ പോണേ? ചെമ്മീൻ നാടകത്തിന്റെ പേരല്ലേ, അല്ലാതെ സ്റ്റേജിൽ ചെമ്മീൻ കറി ഒന്നും അല്ലല്ലോ ഉണ്ടാക്കുന്നേ എന്ന് ഉർവശി തിയേറ്റേഴ്സ് ഉടമയും നാടക നടനും സംവിധായകനുമായ മത്തായച്ചൻ ചോദിക്കാൻ പറഞ്ഞു. ദൈവമേ, തമാശയാണെന്ന് മനസ്സിലായാൽ മതിയായിരുന്നു. ഈ കമന്റിൽ എഴുതിയേക്കണത് നമുക്ക് പരസ്പര ബന്ധമില്ലാണ്ട് ഓരോന്നായിട്ട് തോന്നും. അപ്പൊ ഇത് തമാശയാണെന്ന് മനസ്സിലായാൽ മതിയായിരുന്നു കിഷോർ വന്നിട്ട് അവിടെ ഇരിക്കുമ്പോ ഞാൻ പറഞ്ഞേ, ഞാൻ വേഗം പോയിട്ട് ഉള്ളിയും വെളുത്തുള്ളി എടുത്തിട്ട് വരാട്ടാ, ഇവൻ ഡയലോഗ് പഠിക്കാൻ പോവാണ്. ചെമ്മീൻ നാടകമല്ലേ ചെയ്യണല്ലോ, ചെമ്മീൻ ഉണ്ടാക്കണല്ലോ, സ്റ്റേജിൽ കാണിക്കണല്ലോ. ഞാൻ അവിടെ ഇരുന്ന് അവന്റെ അടുത്ത് വർത്താനം പറഞ്ഞ് നന്നാക്കാന്ന് ചോദിച്ചിട്ട് പറഞ്ഞത്. അടുത്തത് റിതം ഓഫ് നേച്ചർ ബൈ മിഥുൻ. പരസ്പരം കളിയാക്കാനും അതിൽ തമാശ ആസ്വദിക്കാനും കഴിയുന്നത് ഒരു നല്ല റിലേഷനെ പറ്റൂ. അല്ലെങ്കിൽ അതിനെ കുറ്റം പറച്ചിലായും പീഡനമൊക്കെയായി കണ്ട് വെറുക്കും. രണ്ടുപേർക്ക് ഈ ഈഗോ ഇല്ലാണ്ടിരുന്നാൽ മതി. അപ്പം അത് രണ്ടുപേർക്കും ആസ്വദിക്കാൻ പറ്റും. എന്നെ കളിയാക്കണത് എനിക്ക് എന്തൊരു ഇഷ്ടമാണെന്നറിയോ, അത് ഞാനും ആസ്വദിക്കും. അപ്പം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളത് ആസ്വദിച്ച് കഴിഞ്ഞാൽ അതവിടെ ഭയങ്കര രസമാവും. അതല്ലെങ്കിൽ എന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചിരിക്കുമ്പോഴേ അപ്പോഴാണ് പ്രശ്നം. ശാന്തി വിജയൻ. ദൈവമേ, സാമ്പാർ പാത്രം തുറന്നപ്പോൾ ഒരു ആഭ്യന്തര കലാപം മണക്കുന്നുണ്ടല്ലോ. ഈശ്വര, ഈ കൊച്ചുങ്ങൾക്ക് നിർബുദ്ധി കൊടുക്കണേ. നിങ്ങളുടെ സ്വരവ്യത്യാസം വരുമ്പോൾ എനിക്ക് ടെൻഷനാ. എൻ്റെ മക്കളുടെ വീട്ടിൽ സൗന്ദര്യപ്പിണക്കം ഉണ്ടാക്കുമ്പോൾ എനിക്ക് നെഞ്ചിടിപ്പാ. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ കാര്യത്തിലും. അതാണ് സ്നേഹാശംസകളോടെ ശാന്തി ചേച്ചി. നമ്മുടെ ഈ അങ്കിടുങ്കുള്ള ഈ വർത്താനം പറച്ചിലൊക്കെ വഴക്കാണെന്ന് വിചാരിച്ചു. പാവം, അങ്ങനെയൊന്നും വിചാരിക്കലാട്ടെ ശാന്തി ചേച്ചി, ഇതിവിടെ സ്ഥിരമുള്ളതാണ്. അടുത്തത് മോളിയാൻഡോ. ഒട്ടും അഭിനയമില്ലാത്ത ജീവിതമാണ് നിങ്ങളുടെ വീഡിയോയുടെ പ്രത്യേകത. നിങ്ങൾ ശരിക്കും ജീവിതം ആഘോഷിക്കുകയാണ്, ആസ്വദിക്കുകയാണ്. ഇങ്ങനെ പരസ്പരം ഒട്ടും ഈഗോ ഇല്ലാതെ 23 വർഷം പിന്നിട്ടു. ഇനിയും കാലങ്ങൾ ഒരുപാട് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ. ഒപ്പം സോ ക്യൂട്ട് ജഗ്ഗുമോനും. പക്ഷേ ഇവർ തമ്മിലുള്ള ഈ കെമിസ്ട്രി മനസ്സിലാവാത്ത കുറേ പേരാണ് സരിത അജുവിനെ കളിയാക്കുന്നു എന്ന് പറഞ്ഞ് കമൻ്റ് ഇട്ടിരിക്കുന്നത്. അടുത്തത് വർഗീസ്. എന്ത് രസമാണ് നിങ്ങളെല്ലാവരും കൂടി കൂടുമ്പോൾ. ഇതൊക്കെ കാണുമ്പോൾ നാടകത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കളിക്കണമെന്ന് ആഗ്രഹം. ഒരുവിധം ജീവിക്കാൻ വഴിയുണ്ടെങ്കിൽ പ്രവാസിയാകരുത്. ഇതുപോലെ എന്തെല്ലാം മിസ് ചെയ്യുന്നു. എല്ലാവർക്കും നല്ല രീതിയിൽ കളിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലവ് യു ഓൾ. മീന സതീഷ്. അതെ, നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞായറാഴ്ച സൺഡേ ബാച്ചിൽ അങ്ങോട്ട് ചേരാം അക്കാദമിയിൽ. എന്നിട്ട് അങ്ങോട്ട് ജീവിതം ആസ്വദിക്കുക, ആഘോഷിക്കുക. നമ്മള് ഇപ്പോഴത്തെ കോളേജ് പിള്ളേരൊക്കെ ഇല്ലേ, എങ്ങനെയാണോ അതേപോലെ അവിടുത്തെ പിള്ളേര്. പക്ഷെ അവിടെ എന്താ, ഒരു 18 or 19 വയസ്സുള്ള പ്രായം തൊട്ട് 80 or 85 വയസ്സുള്ളവർ വരെ ഉണ്ടാവും ഒരു ബാച്ചിൽ. അപ്പൊ പല തരത്തിലുള്ള പല മേഖലയിലുള്ള പല പ്രായം പല ജനറേഷനിലുള്ള ആളുകളായിട്ടായിരിക്കും നമുക്ക് കമ്പനി. ഭയങ്കര രസമാണ് ആ വൈബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അവർക്ക് ആ ഒരു കൂട്ടുകെട്ട് അവരില്ലേ, അവർക്ക് ഞായറാഴ്ച അവൻ കാത്തിരിക്കും. ഒരു അഡിക്ഷൻ പോലെയാ ഈ അക്കാദമിയിലേക്ക് വരാൻ വേണ്ടി. ഒപ്പുള്ള പലതരം കളികളും നാടകങ്ങൾ കാണലും നാടകം കളിക്കലും. നമ്മൾ കുട്ടികളായിട്ട് മാറും, കളിച്ച് ചിരിച്ചേ സന്തോഷിച്ച് നടക്കണ ഒരു കുട്ടികളായിട്ട് മാറും. അടുത്തത് മീന സതീഷ്. നാടകം വിജയിക്കട്ടെ, അജു മികച്ച ഒരു സംവിധായകനായി പ്രശസ്തനാകട്ടെ. അടുത്തത് വനജ അജയകുമാർ. അജുവിനെയും സരിതയും പോലെ എല്ലാവർക്കും അറിയുന്നതാണ് ജയന്തി ചേച്ചിയും. വയ്യാത്ത കാലം വെച്ച് പിടിച്ചു കൊണ്ടുവന്ന് കഥാപാത്ര സസ്പെൻസ് ആണെന്ന് പറഞ്ഞ് ചേച്ചിയെ തിരിച്ചയച്ച അജുവിനോട് എന്തോ പറയണമെന്നുണ്ടായിരുന്നു, പിന്നെ വേണ്ടെന്ന് വെച്ചു. ആ പാവത്തിന് അവിടെ ഇരുത്തി പറഞ്ഞാൽ പോരെ പൊന്നു സഹോദര. തിരിച്ചു നടക്കുന്ന ജയന്തി ചേച്ചി ഒരു കൈ കൊടുത്ത് സഹായിച്ചുമില്ല. പാവം ചേച്ചി. ആ പരിചയപ്പെടുത്തുന്ന സമയത്ത് ഞാൻ കുളിക്കാൻ പോയേക്കായിരുന്നു. ഞാൻ പണികൾ കഴിഞ്ഞ് കുളിക്കാൻ പോയ സമയത്താണ് ചേട്ടൻ ഇവിടെ. അതുകൊണ്ട് ആ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല. പുഷ്പകുമാരി. ഞങ്ങൾ ഇന്ന് തൃശ്ശൂരായിരുന്നു. നാലമ്പലം തൊഴുതിട്ട് ഗുരുവായൂരും പോയി തിരിച്ചു വന്നു. തൃശ്ശൂർ വന്നപ്പോൾ നിങ്ങളെ ഓർത്തു. അടുത്തത് ഹേമന്ത് കുമാർ. സമയം കണ്ടെത്തി നാടകം കണ്ടതിനും നാടകത്തെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി ഹേമന്ത്. ഹേമന്ത് കുമാർ ആരെന്നറിയോ? നമ്മൾ പറഞ്ഞില്ലേ, ഇരുട്ടിൽ മറിഞ്ഞിരുന്ന ഒരാളാണ്, പകലിൽ മറിഞ്ഞിരുന്ന ഒരാൾ എന്ന് പറഞ്ഞ നാടകത്തിന്റെ രചയിതാവാണ് കേട്ടോ. അടുത്തത് സുമാ രവീന്ദ്രനാഥ്. 3 പേർക്ക് സുഖമല്ലേ? സുഖം. നാട്ടിൽ നിന്നും വന്നു. പെൻഡിങ് വീഡിയോസ് കണ്ട് തീർക്കുന്നതേ ഉള്ളൂ. ഞങ്ങൾ ജൂൺ 10 അവിടെ വന്നിരുന്നു. ഓർമ്മയുണ്ടെന്ന് കരുതുന്നു. രവി സുമ സാരംഗ്. നിങ്ങളെ സർപ്രൈസ് ആയി കാണിച്ചു തന്ന ഷോക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. ഷോപ്പിൽ വരുമെന്ന് മാത്രമേ എൻ്റെ അറിവിലുണ്ടായിരുന്നുള്ളൂ. TV-യിൽ നിങ്ങളെ കാണുമ്പോൾ ഇടയ്ക്ക് ഞാൻ ഓർക്കും, അവിടെ ശരിക്കും വന്നിരുന്നോ അതോ സ്വപ്നമായിരുന്നോ എന്ന്. കുറേ കാലമായി പരിചയമുള്ള ഒരു വീട്ടിൽ വന്ന പ്രതീതിയായിരുന്നു. ചേട്ടന്മാരോടും കുടുംബത്തോടും ധന്യയോടും അന്വേഷണം അറിയിക്കൂ. ജഗ്ഗുവിനും സ്നേഹം. സന്തോഷം. അതെ, ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് കേട്ടാ. പിന്നെ സീനത്ത് MA.
നിങ്ങളുടെ ഒത്തുകൂടലും റിഹേഴ്സൽ, ഫുഡ് കഴിക്കൽ എല്ലാത്തിലും ഒത്തൊരുമയും സ്നേഹം, സൗഹൃദം എല്ലാം ഹൃദ്യമായ കാഴ്ച തന്നെയാണ്. വളരെ എഫേർട്ട് ചെയ്തെടുക്കുന്ന നാടകം വിജയിക്കട്ടെ. അജുവേട്ടൻ നല്ലൊരു സംവിധായകനാവട്ടെ. എനിക്ക് തോമസ് മംഗലത്തിന്റെ കമന്റ് ഓർമ്മ വന്നു. ഞാൻ റിപ്ലൈ കമന്റിൽ കൂടെ തരാന്ന് പറഞ്ഞത് അതെന്തിനാണെന്നറിയോ? നമ്മളൊരു വീഡിയോ ഇവിടെ നിന്നിട്ട് എടുത്തല്ലോ, ചെമ്മീൻ്റെ ആണോ ഒരു വീഡിയോ നമ്മൾ ഇവിടെ നിന്നിട്ട് എടുത്തു. അപ്പൊ ഞാൻ പറയണ്ട ഈ വീഡിയോക്ക് പണിയൊന്നും അധികം ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇത് ചെയ്യണേ. അപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ വറുത്തു, എന്നിട്ട് അത് മിക്സിയിൽ അരച്ചു കൊണ്ടുവന്നിട്ടൊക്കെയാണ് ആ വീഡിയോ. ഞാൻ ഉദ്ദേശിച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിലേ അതാണ് ഞാൻ ഉദ്ദേശിച്ച കാര്യം. ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഒരു കുക്കിംഗ് വീഡിയോ ആണെങ്കിൽ, ആ വീഡിയോ ഇപ്പം നമ്മളൊരു 12 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് ചിലപ്പോൾ ഒരു 10:30-ക്കോ 11 മണിക്കോ ഞങ്ങൾ അതിൻ്റെ പണി തുടങ്ങും. കാരണം ഇതിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം റെഡിയാക്കണം. സബോള നന്നാക്കാനും തൊലി കളയാനും അത് അരിയാലും അങ്ങനെ ഓരോ സാധനങ്ങൾ. ഇപ്പോൾ ചിലപ്പോൾ പേസ്റ്റ് അടിക്കാണ്ടാവാം, അപ്പോൾ ഇഞ്ചി തൊലി കളയൽ, വെളുത്തുള്ളി, അങ്ങനെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാതും സെറ്റാക്കൽ, ഇതിലേക്ക് വേണ്ട പാത്രങ്ങൾ എടുക്കൽ, അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ 11 മണിക്ക് തുടങ്ങി 12 മണിക്കാകുമ്പോൾ എല്ലാം സെറ്റാക്കി വെച്ച് പിന്നെ ഞങ്ങൾ കുളിച്ചിട്ടില്ലെങ്കിൽ കുളിച്ചൊക്കെ ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ട് അങ്ങനെ വരണം. ചേട്ടൻ ആ സമയത്താണ് ഈ മേശ എവിടെയാണെന്ന് വെച്ചാൽ അത് എടുത്തുകൊണ്ട് വന്ന് അത് കഴുകി നമുക്ക് അവിടെ തുടയ്ക്കണം, പോയിട്ട് അവിടെ അടിച്ച് തുടച്ചിട്ട് പണികള്. ഇതൊക്കെ ഇങ്ങനെ കുറെ പണികൾ ഇതിന്റെ മുന്നുണ്ടാവും. ഈ സാധനത്തിന് അന്നുണ്ടാക്കിയ ആ സാധനത്തിന് അങ്ങനത്തെ പണികൾ ഉണ്ടായിരുന്നില്ല. ആള് പറഞ്ഞേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു പണിയും ഇല്ല അല്ലേ സരിതേ, അതെന്നെ വീണ്ടും 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 എടുത്ത് പറഞ്ഞേക്കാ. ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ടേ ഈ പാചകത്തിന് പിന്നെ അധികം പണിയില്ല. ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ സബോളരിയിൽ ഈ വീഡിയോന്റെ തുടക്കം നമ്മൾ എടുക്കണ പണികളില്ലേ, കുറെ ഒരുക്കി വെക്കില്ലേ, അതുണ്ടായിരുന്നില്ല ആ വീഡിയോയ്ക്ക്. അവിടെ കൊണ്ടുവച്ചിട്ട് പിന്നെ ക്യാമറ ഓൺ ആക്കുമ്പോൾ തൊട്ടുള്ള പണികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ അതിന്റെ കൂടെ പോവും. അത് നമ്മൾ ഓരോ എന്തെങ്കിലും സാധനങ്ങൾ വറുത്തു, അത് പൊടിച്ചു കൊണ്ടുവന്നു, അത് അതിൽ ചേർത്തു, അതൊക്കെ ഇതിൽ പോവും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ വീഡിയോയ്ക്ക് ഈ സാധനം ഉണ്ടാക്കാൻ അധികം പണിയില്ല എന്ന് ഉദ്ദേശിച്ചത് അതാണ്. ആള് പറഞ്ഞേക്കണത് കുറെ സാധനങ്ങൾ വറുത്തു, എന്നിട്ട് അത് സരിത കൊണ്ടുപോയിട്ട് അകത്ത് കൊണ്ടുപോയിട്ട് അരച്ചു കൊണ്ടുവന്നു, എന്നിട്ടും സരിത പറയണു ഇതിനൊരു പണിയില്ല എന്ന്. മനസ്സിലായ? അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കമന്റിൽ റിപ്ലൈ ആയിട്ട് തരാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനത് കമന്റ് റീഡിങ്ങിൽ മറുപടി തരാമെന്നതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കമന്റ് ചേട്ടൻ എടുത്തിട്ടുണ്ടാവില്ല എന്നുകൊണ്ട് അറിയില്ല. അങ്ങനെ അപ്പൊ അതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഗോപാൽ സുമചേച്ചിയാ പരിക്കുട്ടി കലക്കും, നല്ല അഭിനയമായി തോന്നി. ഓൾ ദി ബെസ്റ്റ് ടു ഓൾ. അവിടെ വന്ന് ഇതൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. എന്ത് ചെയ്യാം, എല്ലാം ആഗ്രഹങ്ങൾ മാത്രം. ഞാൻ ചെറുപ്പത്തിൽ ഡ്രാമ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവമാകുമ്പോൾ ഞങ്ങളുടെ അമ്പലത്തിലെ പൂജാരിയാണ് നാടകം എഴുതുന്നത്. ഇപ്പോൾ ആ ചേട്ടൻ ഈ ലോകത്തില്ല. എൻ്റെ നൈബറായിരുന്നു. എൻ്റെ ക്യാരക്ടർ സീതാരാമായണത്തിലെ സീത അശോകമരച്ചുവട്ടിൽ ഇരിക്കുമ്പോൾ രാവണൻ വരുന്നതും അങ്ങനെ ഒരു സീൻ. രാവണൻ എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മകനായിരുന്നു. എനിക്കിപ്പോൾ ശരിക്കും ഓർമ്മയില്ല. അന്നൊക്കെ അമ്പലത്തിൽ സജീവമായിരുന്നു മഹിളാ സമാജം. എന്ത് നല്ല നാളുകളായിരുന്നു. ഇപ്പോൾ ദേ മുംബൈ എന്ന മഹാനഗരത്തിൽ ജീവിതം ജീവിച്ചു തീർക്കുന്നു. നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ അസൂയം തോന്നാറുണ്ട് കേട്ടോ. ശരിയാ, നമുക്ക് അതൊക്കെ അങ്ങനെ ചെറുപ്പം എല്ലാം കഴിഞ്ഞപ്പോഴുള്ള കാലഘട്ടങ്ങളൊക്കെ ആലോചിക്കുമ്പോഴേ എന്തൊരു വിങ്ങലല്ലേ ശരിക്കും. അല്ല നമ്മൾക്കൊക്കെ എത്ര സുഖ ശരിക്കും. ചേട്ടനൊക്കെ ഇതുപോലത്തെ ഗൾഫില് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ഒരു ജോലി ചെയ്യാണ്ടി വന്നാലത്തെ കാര്യം ആലോചിക്കേ. ഒരാഴ്ച ചേട്ടൻ തികച്ച അവിടെ നിൽക്കില്ലേ, ചേട്ടൻ അവിടെ നിന്ന് പോരും. ഇവിടെ നമ്മൾ ജോലിയില്ലാത്ത സമയത്ത് നമ്മൾ കുറേ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇവിടെ ജീവിക്കുമ്പോഴും ഞാൻ ചേട്ടനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ പറയുന്നത് എത്ര ബുദ്ധിമുട്ടിയാലും എത്രയ്ക്ക് പട്ടിണി കിടന്നാലും 1 കോടി രൂപ ശമ്പളം തരാന്ന് പറഞ്ഞാലും വിദേശത്തേക്ക് പോവില്ലാന്ന്. ജിതാ പിയൻ, നിങ്ങളുടെ 2 years ബാക്ക് ഒരു വീഡിയോ ഞാൻ കണ്ടു. അപ്പോൾ ഈ സ്ഥലം ഒന്നും ഒരു ഭംഗിയും ഇല്ലായിരുന്നു. പൊന്നാങ്കണ്ണി ചീര ഉണ്ടാക്കുന്നത്. അപ്പോൾ സരിതയുടെ കൂടെ ഒരു ചെറിയ പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തു ഭംഗിയാണ് നിങ്ങളുടെ വീടും പരിസരവും. പൊന്നാങ്കണ്ണി ആരാ? തുന്തുരുൻ്റെ ഉണ്ണിയാവോ? പ്രയാഗ, എൻ്റെ ബ്രദറിൻ്റെ മോളാണ്. ജിഷിത, ഞാൻ നിങ്ങളുടെ വീഡിയോ വർഷങ്ങളായി മുടങ്ങാതെ കാണുന്ന ഒരാളാണ്. കമന്റ് ഇടാറില്ല. നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള കളിയാക്കലും തമാശയാണ് എനിക്കിഷ്ടം. ഞാനും എൻ്റെ ഇക്കയും ഇങ്ങനെ തന്നെയാണ്. ഇതൊന്നും സീരിയസ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ. അതന്നെ. വിജയലക്ഷ്മി, റീജിയണൽ തിയേറ്ററിലേക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് 3 മിനിറ്റ് നടന്നാൽ മതി. നാടകങ്ങൾ കാണാനുള്ള ഇഷ്ടം കൊണ്ട് നാടകോത്സവങ്ങൾ വരുമ്പോൾ കാണാൻ പോകാറുണ്ട്. സത്യം പറഞ്ഞാൽ നിന്ന് കാണാൻ പോലും സ്ഥലം കിട്ടാറില്ല. അതുകൊണ്ട് ഇപ്പോൾ പോകാറില്ല. ഈ നാടകം റീജിയണൽ ആണെങ്കിൽ തീർച്ചയായും കാണാൻ വരും. ഇതിന് റീജിയണൽ അല്ല, ബ്ലാക്ക് ബോക്സ് ബാക്കില്
പിന്നെ ഞാനും ഈ സൗഹൃദ കൂട്ടായ്മയെ കുറിച്ച് ആലോചിച്ചത് ഇതുപോലൊരു കൂട്ടായ്മയൊക്കെ ഭാഗ്യമാണ്. ഇന്നത്തെ കാലത്ത് മുഖത്തോട് മുഖം നോക്കി മിണ്ടാൻ പോലും സമയമില്ല ആളുകൾക്ക്, താല്പര്യമില്ല. ടൗണിൽ താമസിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ ഒരു സ്വപ്നമാണ്. അപ്പുറത്ത് ഇപ്പുറത്ത് ആരാണ് താമസിക്കുന്നത് പോലും അറിയില്ല. നിങ്ങളിൽ ഒരാളാവാൻ കൊതി തോന്നുന്നു. അടുത്തത് അജിത ഷാജു. നാടകം വൻ വിജയമാവട്ടെ, എല്ലാവരും കൂടുന്നത് എന്ത് രസാലേ അജു, അല്ല എന്ത് രസാലേ. അജു ചേട്ടനും സരിതയും കൂടി വർത്തമാനം പറഞ്ഞ് തെറ്റിതിരുത്തി കളിയാക്കി വീഡിയോ ചെയ്യുന്നത് നല്ലതാണ്. ഇങ്ങനെ തന്നെ പോട്ടെ, ഇതൊക്കെ ഒരു സന്തോഷമായി കണ്ടാൽ മതി. മനസ്സിനൊരു കുളിർമ, അത്ര തന്നെ. നമ്മുടെ ഫാമിലിയിലെ കൂടെ കുറച്ച് സമയം, അതാണ് അജൂസ് വേൾഡ്. ഒരുപാട് സ്നേഹത്തോടെ. ജീനാനാഥ്, ഗുഡ് മോർണിംഗ്. റിഹേഴ്സൽ നന്നായി നടക്കട്ടെ. എനിക്കും ഹസ്സിനും നാടകം കാണാൻ വലിയ ഇഷ്ടമാണ്. ജോലി സംബന്ധമായി കാലിക്കറ്റ് തേഞ്ഞിപ്പാലത്ത് താമസിക്കുന്ന സമയത്ത് ആഴ്ചതോറും നാടകം നടക്കാറുണ്ട്. അവിടെ വെച്ച് ഒത്തിരി നാടകങ്ങൾ കാണാറുണ്ട്. എൻ്റെ ഹസ് പണ്ട് കാലങ്ങളിൽ നാടകത്തിൽ അഭിനയിക്കാറുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ നാടകം നിങ്ങൾ പറയുമ്പോൾ കാണാൻ തോന്നുന്നു. അജുവേട്ടൻ്റെ നാടകം നന്നായി വരട്ടെ. അടുത്തത് ശ്രീജ MP. ഒരുപാട് സംസാരിക്കുന്ന അജുവിന് സംവിധായക മേഖലയിൽ തിളങ്ങട്ടെ. അധോലോക ഗ്രൂപ്പിനെ വീണ്ടും കണ്ടതിൽ സന്തോഷം. അതിൽ പ്രേമേട്ടൻ്റെ ഷർട്ട് വീട്ടിലുണ്ട്. കുറെ മുമ്പ് മകൻ ഓൺലൈനിൽ വരുത്തിയതാണ്, പക്ഷെ അവന് പാകമായില്ല. ഇപ്പോൾ അച്ഛനാണ് ഇടുന്നത്, അതായത് ഹസ്. അച്ഛൻ ഇത്രയും കളർഫുൾ ഷർട്ട് ഇടുന്നത് എനിക്കിഷ്ടമല്ല, എന്നാലും പുള്ളി ഇടും. അജു സംവിധാനം ചെയ്യുന്ന ഈ നാടകം ഗംഭീര വിജയമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഞാൻ കോഴിക്കോട് ജില്ലയിലാണ്. നാടകം കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു. ഞായറാഴ്ചകളിലെ റിഹേഴ്സൽ മിന്നായം പോലെ കാണിക്കണേ. ഫൈനൽ കാണിക്കുമല്ലോ. പരമാവധി കാണിക്കും നമ്മള്. മ്യൂസിക്കിന് കോപ്പിറൈറ്റ് വരാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ട് ആ മാനസമേനെ വരുന്നുള്ള പാട്ടും അതിലത്തെ ഒറിജിനൽ മ്യൂസിക്കുകൾ കുറച്ച് ആഡ് ചെയ്യും, കുറച്ച് ചേർക്കും. പെണ്ണാളേ പെണ്ണാളേ ആ പാട്ടൊക്കെ ഇടണം. ആ ചെമ്മീൻ്റെ ആ ഒരു ഇതിലേക്ക് ആളുകളെ പ്രേക്ഷകരെ എത്തിക്കണമെങ്കിൽ ആ പാട്ടൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനൊക്കെ കോപ്പിറൈറ്റ് വരും. യുണൈറ്റഡ് ടയേഴ്സ്, നിങ്ങൾ ചെയ്ത നല്ല രസമാണ്. ഇതിലൊരു മാറ്റവും വേണ്ട. ഇടയ്ക്കൊരു പാട്ട്, അതും സരിതയുടെ പഴയ നടിമാരെ അനുകരിച്ചു കൊണ്ടുള്ള അഭിനയവും പാട്ടും നല്ല രസമാണ്. അതും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായില്ലേ. ഗായത്രി വിജയൻ, മയിലിപ്പാടത്ത് ഞങ്ങളൊരു ഫ്ലാറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത വർഷം പകുതി ആകുമ്പോഴേ റെഡിയാവും. എന്നാലും അതിനുശേഷം അക്കാദമിയിൽ അജു സംവിധാനം ചെയ്യുന്ന നാടകങ്ങൾക്ക് വരാമല്ലോ. തൊട്ടടുത്തല്ലേ. ക്ലെയേഴ്സ് ഫാമിലി. Aju and Sarida are husband and wife, so you enjoy your life. It's very natural. I just enjoy your video when I am stressed. I always watch your videos. Sarida, in your previous video, your sang sequence was very beautiful. I really enjoyed it. നമ്മൾ രണ്ടാളും ഹസ്ബൻഡ് വൈഫല്ലേ, അപ്പം നമ്മൾ നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യണമെന്ന്. അത് വളരെ നാച്ചുറലാണ്. നമ്മുടെ വീഡിയോ ഇയാള് ചേച്ചിയാണോ ചേട്ടനാണോ ആരാന്നറിയില്ല, സ്ട്രെസ് ടെൻഷനൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ ഇത് കാണുമ്പോൾ നല്ല സമാധാനം, എൻജോയ് ചെയ്യാറുണ്ടെന്ന്. സന്തോഷം. പിന്നെ മുന്നത്തെ വീഡിയോയിൽ പാട്ട് പാടിയത് കണ്ടതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അടുത്തത് രാജേഷ് പാറക്കുളം. പുത്തേറ്റും നിങ്ങളുടെ വീഡിയോയും കാണുന്ന ഒരാളാണ് ഞാൻ. നാടകം കളിക്കലൊരു റിസ്ക്കാണ്. അതിലൊരു തെറ്റ് പറ്റിയാൽ തിരുത്താൻ പറ്റില്ല. നിങ്ങളെപ്പോലെയുള്ള ആളുകൾ എല്ലാ നാട്ടുപുറങ്ങളിലും ഉണ്ടായാൽ നാടകം എന്ന കല വീണ്ടും കൊണ്ടുവരാൻ സാധിക്കും. ശരിയാ, ഒരു പിഴവ് പറ്റി കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റില്ല. സിനിമയിലൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്ത് കേട്ടില്ലല്ലോ. എഡിറ്റ് ചെയ്യല്ല, നമുക്ക് റീടേക്ക് എടുക്കാം. നമ്മുടെ അതില്ല. മുല്ല ഷബീർ, തിന്തക്കത്തോം തക്ക തിമിർത്ത തോം തോം തക്ക തിന്തക്കത്തോം. ഇതേതത് അറിയില്ലേ. എന്നാ ഒരു ഈരടി ചൊല്ലി ഉമ്മർത്ത ചാരകസരൽ വികാര വിവശനായി ആ പഴയ വീടിന്റെ കോലായിൽ അവിടത്തെ നിത്യകന്യകയായ സ്ത്രീയെ വളച്ച് തൻ്റെ പാട്ടിലേക്ക് ആക്കി നിർത്തുന്ന കോഴി തമ്പുരാൻ എന്ന വിളിപ്പേരുള്ള ചേട്ടൻ ചെയ്ത ആലോലം സിനിമയിലെ കഥാപാത്രത്തിനെയാണ് സത്യത്തിൽ നിങ്ങളുടെ നാടകത്തിന്റെ അതുല്യ കലാകാരൻ ശശിയേട്ടനെ കാണുമ്പോഴൊക്കെ ഓർമ്മ വരുന്നത്. ആഹാ, ഇത് ശശിയേട്ടന് ഭയങ്കര ഒരു കോംപ്ലിമെന്റ് ആണല്ലോ അല്ലേ. ആലോലം എന്ന് പറഞ്ഞ സിനിമ ഓർമ്മയില്ലേ? ഭരതഗോപിയും നെടുമുടി വേണു സ്ത്രീലമ്പടനായിട്ട് അത് ഭരതഗോപിനെയും പറഞ്ഞു ആ സിനിമയിലത്തെ ഒരു ഇതുപോലെ എടുത്തിട്ട് മറ്റേ വേറൊരു പടം വന്നിട്ടുണ്ട്. മീര ജാസ്മിനും ജയറാമൊക്കെ അഭിനയിച്ചിട്ട്. ഈ പാട്ട് എനിക്ക് എങ്ങനെയാ പാടേണ്ടത് മനസ്സിലായില്ല ചേട്ടാ. ഇല്ല, സത്യത്തിൽ നിങ്ങളുടെ നാടകത്തിലെ അതുല്യ കലാകാരൻ അദ്ദേഹത്തിന്റെ ജുബ്ബ ഇട്ടിട്ടുള്ള അഭിനയം കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ആലോലത്തിൽ നെടുപൊടി ചെയ്ത കഥാപാത്രത്തിനെ പോലെയാണ് രജിസ്റ്റർ ആയിട്ടുള്ളത്. കഴിഞ്ഞ ലീവിൽ ഞാൻ നാട്ടിൽ വന്നപ്പോൾ അക്കാദമിയിൽ നിങ്ങളുടെ നാടകം കാണാൻ വന്നപ്പോൾ അതിലെ ശശിയേട്ടൻ്റെ ആ അഭിനയം എനിക്ക് ഏറെ ഇഷ്ടമായി. ശൃംഗാരത്തിന് പറ്റിയ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന്റെ കൈകളിൽ ഭദ്രമാണ്. മാംഗോസ്റ്റിൻ മരത്തിന്റെ ചോട്ടിൽ നിന്ന് അജുവേട്ടൻ മാറ്റി കുഴിച്ചിട്ടതിനെ
ഇവൻ ഒരു വാട്ടം. ഇത് കേട്ടിട്ട് അരിശം പൂണ്ട മാംഗോസ്റ്റിൻ. താൻ ദിവസം നനച്ചു തരുന്ന വെള്ളം ആർത്തിയോടെ കുടിച്ചു ഞാൻ. എനിക്ക് മറ്റു മരങ്ങളെ പോലെ നിറയെ പച്ചപ്പിൽ പടർന്ന് പന്തലിച്ച് നിൽക്കാൻ ആ ഒരു മോഹത്തല്ലടോ താമരശ്ശേരി അജു കണ്ട താൻ ചവിട്ടി അരച്ച് കളഞ്ഞേ. എന്നിട്ടിപ്പോൾ പറയാ എൻ്റെ ചൂട്ടിൽ വന്ന് നിന്നിട്ട് ഇനി അപേക്ഷയുടെ വാറോലയുമായി ആരും എൻ്റെ കടക്കൽ വരണമെന്നില്ല. ലൈല അബ്രഹാം. ഹായ് അജു. സരിത ഗുഡ് മോർണിംഗ്. സരിത, ഇങ്ങനെയാണ് ജീവിതം. ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ്. പ്രായമായ 4 അടി ഉണ്ടാക്കും, പിന്നെ മാറും. എൻ്റെ മകൻ എറണാകുളത്താണ് താമസിക്കുന്നത്. മകൻ്റെ മകന് 10 വയസ്സുണ്ട്. അവിടെ ഒരു നാടക ഗ്രൂപ്പുണ്ട്. അവരുടെ ഒരു നാടകം തൃപ്പൂണിത്തുറയിൽ അവതരിപ്പിക്കുന്നുണ്ട്, ചപ്പിലഭൂതം. നിങ്ങളുടെ നാടകം ഗംഭീരമായി നടക്കട്ടെ. നിങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സരിതയുടെ നമ്പർ തരാമോ? എല്ലാവരോടും സ്നേഹം മാത്രം. അപ്പോൾ ഇത് എവിടെയാന്ന് ഒരു താമസം എറണാകുളത്ത്. അവിടെ ഉണ്ട് നാടക ഗ്രൂപ്പ്. എല്ലായിടത്തും ഉണ്ടാവട്ടെ. അങ്ങനത്തെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിട്ട് അതിൽ താല്പര്യമുള്ളവരൊക്കെ ചേരട്ടെ. അഭിനയിക്കാൻ ഇഷ്ടമുള്ളവർ അഭിനയിക്കട്ടെ, ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർ ആസ്വദിക്കട്ടെ. നമുക്ക് ഒരു ഭയങ്കര റിലീഫ് കിട്ടും മനസ്സിന്. ഭയങ്കര ഒരു റിഫ്രഷ് ആവും നമ്മുടെ മൈൻഡൊക്കെ. ശൈലജ ആർ പിള്ളൈ. ഹായ്, ഗുഡ് മോർണിംഗ്. ഐ ഹാഡ് സ്റ്റോപ്ഡ് ഗിവിംഗ് സജഷൻസ് ബട്ട് ടുഡേ ഐ ഫെൽറ്റ് ഹിയർ ഈസ് എ നീഡ്. അതെന്താ സജഷൻസ് തരല് നിർത്തി എന്ന് പറയണേ? What is the need to shoot the rehearsal? It's embarrassing for the actors. The dialogue are not of the മരക്കാർസ് accent too need to change. Example രൂപ തരുമോ? റിഹേഴ്സൽ ഷൂട്ട് ചെയ്യണേന്ന്. കാരണം ഒന്നും ശരിയായിട്ടില്ല. ശരിയാ, റിഹേഴ്സൽ അത് കാരണം കൊണ്ടാണ് അധികം ഷൂട്ട് ചെയ്യാഞ്ഞതും. നമ്മൾ ആ വീഡിയോയിൽ പറയുന്നുണ്ടത്. കാരണം ഒന്നും സെറ്റായിട്ടില്ല. അവരെ വായിച്ച് ആ ആക്സന്റ് പോലും കറക്റ്റ് ആയിട്ടില്ല. സംഭാഷണത്തിലൊക്കെ മാറ്റങ്ങൾ വരും. കൃത്യം 1 മാസമുള്ളോട്ടെ ഇന്ന് നാടകത്തിന് ഒന്നും ആയിട്ടില്ല. അതായത് ആക്സന്റ് ഒന്നും ആയിട്ടില്ല. അടുത്തത് വിമല. അജൂസ് ഫാമിലി മെമ്പേഴ്സ് വീഡിയോ കണ്ടു. ചെമ്മീൻ സൂപ്പർ നാടകമായി തീരട്ടെ. ഒരു കാര്യം, എനിക്ക് പൊതുവേ നാടകത്തോട് കമ്പമില്ല. വായിക്കും, കാണാൻ പോകില്ല. ചെമ്മീനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് വായിച്ച നോവലാണ്. വേനലവധിക്ക് വീട്ടിൽ നെല്ല് പുഴുങ്ങി ഉണക്കാനിടും. കാക്ക കോഴി ഒന്നും കയറാതിരിക്കാൻ ഞാൻ പോയിരിക്കും, അപ്പോൾ വായിക്കും. അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു. എന്തായാലും നാടകം കേമാവട്ടെ. ഇതുപോലുള്ള ടൈപ്പ് ആളുകളും ഉണ്ട്. അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വായിക്കുമ്പോൾ അവരുടെ മനസ്സിലൊരു വിഷ്വൽ വരും. അവരുടെ മനസ്സിൽ ഈ കഥാപാത്രങ്ങൾ അവരുടെ മുന്നിൽ നിന്നിട്ട് ഈ നാടകം കളിക്കും. അത് കാണാനാവും അവർക്ക് ഇഷ്ടം ഉണ്ടാവുള്ളൂ. വേറെ ആളുകൾ ഇത് അവതരിപ്പിക്കുന്നത് കാണാൻ അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അതാണ് അവർക്ക് ഈ നാടകങ്ങളായാലും നോവലായാലും എന്തും വായിക്കണതായിരിക്കും ഇഷ്ടം. വിനോദിനി കെ പി. സരിതയും അജുവും പരസ്പരം കളിയാക്കി തന്നെ വീഡിയോ ഇടണം. അതൊക്കെയല്ലേ ജീവിതം. അവർക്കിടയിൽ അതൊരു രസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവർക്കിടയിൽ അങ്ങനെ വെറുപ്പും വിദ്വേഷവും ഉണ്ടെങ്കിൽ ചാനൽ അവസാനിപ്പിച്ചു പോവില്ലേ? കറക്റ്റ്. അടുത്തത് അന്നമ്മ ഫിലിപ്പ്. അജു സരിതയും തമ്മിൽ സംസാരിക്കുന്ന ഈ വീഡിയോയുടെ ഹൈലൈറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആളുകൾ പലവിധം, ചിലർക്ക് ഇഷ്ടമുള്ളത്, ചിലർക്ക് പ്രശ്നം. എന്തായാലും നിങ്ങളുടെ വീഡിയോ പ്രസൻറ്റേഷൻ നല്ലതാണ്. അജു ഇന്നസെൻ്റ് ആയൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കപടത ഇല്ലാത്ത ജീവിതം ദൈവാനുഗ്രഹം തരും. നന്നായിരിക്കട്ടെ. ഇച്ചിരി സാഹിത്യ അസുഖമുള്ളൊരു വൃദ്ധയാണ് ഞാൻ. കമന്റ് നീണ്ടു പോണത് കൊണ്ട് ചുരുക്കുന്നു. ഒരു കുഴപ്പമില്ല. അതെ, വൃദ്ധ എന്നൊന്നും പറഞ്ഞ സ്വയം പ്രായമായി എന്നൊന്നും വിചാരിക്കരുത്. നമ്മൾ ചെറുപ്പാണെന്ന് വിചാരിച്ചാൽ മതി. മനസ്സുകൊണ്ട് ചെറുപ്പമായിട്ടിരുന്നാൽ നമ്മൾ ചെറുപ്പം തന്നെ, ചെറുപ്പക്കാരി തന്നെയായിരിക്കും. ഇഷ്ടംപോലെ എഴുതിക്കും. അടുത്തത് ശ്രീജിത്ത് എസ് കെ. നാടകത്തിൽ പട്ടിയായ ഒരു മനുഷ്യൻ തന്നെ വേഷമിടുന്നതാണോ അതോ ആ നടൻ്റെ ഭാവനയിൽ പട്ടിയെ കാണുകയാണോ? പുത്തേറ്റ് വ്ളോഗ്സ് ട്രാവൽ കണ്ട് മടുത്തിട്ടാണ് ഞാൻ നിങ്ങളുടെ വീഡിയോസ് കണ്ട് ഫ്രഷ് ആകുന്നത്. ആ നാടകത്തില് ഒരു പട്ടി വരുന്നുണ്ട്. പിന്നെ പട്ടിയൊരു ബൊമ്മേനെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാള് സംസാരിക്കാൻ തുടങ്ങുമ്പോ അത് ചെവി മാത്രം ഒരു പട്ടീരെ പോലെ വെച്ചിട്ട് ഒരു മനുഷ്യനാണ് ഒന്ന് സംസാരിക്കുക. അതായത് ഇയാളുടെ കാരണം, ഇയാളല്ല കാരണം, ഇയാള് കാരണം കൊണ്ട് മരിച്ചു എന്ന് വിചാരിക്കുന്നുണ്ടല്ലോ കൂടെയുള്ള സഹപ്രവർത്തകൻ ഈ പോസ്റ്റുമേ കയറിയപ്പോ. ആ വ്യക്തിയെ ആണ് ഇയാൾ കാണുന്നത്. ഇയാളുടെ മനസ്സിൻ്റെ ഒരു സാങ്കല്പിക ചിന്തകളാണതൊക്കെ. ഈ പട്ടിയുടെ രൂപത്തിൽ വന്നിട്ട് ഇയാൾ ഉപദേശിക്കുന്നതും ഇങ്ങനെയൊന്നും ഇരിക്കരുത്, എല്ലാവരോടും സംസാരിക്കുന്നതൊക്കെ പറയണതും അയാളാണ്. ലാസ്റ്റ് ആളുടെ ഫോട്ടോ കാണിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇയാളെ സ്വയം അങ്ങനെ കണ്ടതായിരുന്നു എന്നുള്ളത്. മരിച്ച ആള് വന്ന് പറയേണ്ടതാണ്. ലതിക വസന്തൻ. സരിത അജുവിൻ്റെ ഓരോ കാര്യങ്ങൾ, അതായത് ശുദ്ധ മനസ്സുകൊണ്ട് പറയുന്ന ഓരോ കാര്യങ്ങൾ സരിത സത്യത്തിൽ പറയുന്നു. അതായത് മനസ്സിൽ ഒളിപ്പിച്ച് നല്ല പിള്ള ചമയാതെ അവരുടെ ഇടയിലെ സംഭാഷണങ്ങൾ സാധാരണ രീതിയിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ മറയില്ലാതെ പറയുന്നു. അത്രയേ ഉള്ളൂ. എനിക്കിഷ്ടമാണ് കേട്ടോ. കാരണം അജുവിനെ പോലെയാണ് എൻ്റെ ചേട്ടൻ. ഞാനോ സരിത പോലെയും. ശെൽവരാജ് സുധാകരൻ. ഞാനും പുത്തേറ്റ് വ്ളോഗ് സ്ഥിരമായി കാണുന്നതാണ്. പിന്നെ കാണുന്നത് അജൂസ് വേൾഡ് ആണ്. രണ്ടും ഒരേ സമയം കാണാൻ തുടങ്ങിയതാണ്.
എനിക്ക് തോന്നിയത് നിങ്ങൾ ഇങ്ങനെ തന്നെ പോകുന്നതാണ് നല്ലത്. ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ ഇതുപോലെയാണ്, എന്ത് ചെയ്യുമ്പോഴും തെറ്റുപറ്റും. കാരണം ഞാൻ 40-45 വർഷമായിട്ട് പ്രവാസിയാണ്. അതിൻ്റെതായ പല പരിചയക്കുറവുകളും എനിക്കുണ്ട്. പലപ്പോഴും സരിത പറയുന്ന പോലെ എൻ്റെ ഭാര്യയും പറയും. അതൊരു കുറ്റപ്പെടുത്തലായിട്ട് എനിക്ക് തോന്നാറുമില്ല. എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്താണോ അതങ്ങനെ തന്നെ പോകട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. സുധി തമ്മിലിൻ്റെ രണ്ടാം ഭാഗത്ത് സരിത നന്നായി സംസാരിച്ചു. വൈജയന്തി മനോഹരൻ, സരിത പാട്ടിനെ പ്രണയിക്കുന്ന ആളാണ് ഞാൻ. അത്രമേൽ ഇഷ്ടം. മോള് പാടിക്കോ, ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് കേൾക്കാൻ. പിന്നെ അജുവിൻ്റെ പ്രോത്സാഹനമുണ്ടല്ലോ. മോള് പാടുന്ന അജുവിന് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ടല്ലേ പാടാൻ സപ്പോർട്ട് ചെയ്യുന്നത്. ആരുടെ മുന്നിലും പാടാൻ കാണിക്കുന്ന മനസ്സാണ് പാട്ടുകാരുടെ ലക്ഷണം. മോളൊരു കവിത ചൊല്ലണം കേട്ടോ. എനിക്ക് കവിത ഒരുപാട് ഇഷ്ടമാണ്. ആസ്വാദനമുള്ളവർക്കേ ആസ്വദിക്കാൻ കഴിയൂ. അടുത്തത് സിജോ സോണി, ചെമ്മീനായി പോകുന്ന കണ്ടപ്പോൾ ഞാൻ ഓർത്തു ഇപ്പം ഇതുമായി എങ്ങട്ടാന്ന്. പിന്നെ ഓർത്തു അല്ല ചേട്ടൻ്റെ അടുത്ത് വെച്ചായിരിക്കും കുക്കിംഗ്. അപ്പോഴാണ് അജേട്ടൻ ചോദിക്കുന്നത് ഇതിപ്പോൾ ഞാനിത് എന്തിനാ കൊണ്ടുപോകുന്നത്. നവനീത ചേട്ടാ, സരിത ചെമ്മീൻ നിർവ്വാണ അടിപൊളി. ഷെഫ് പിള്ളച്ചേട്ടൻ ഞങ്ങളുടെ നാട്ടുകാരനാണ്. ഒരുപാട് സന്തോഷം തോന്നി. എൻ്റെ മോൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടിട്ട് ഫിഷ് നിർവ്വാണം ഉണ്ടാക്കും. അവൻ 6th പഠിക്കുമ്പോൾ ആണ് ആദ്യം ഉണ്ടാക്കിയത്. ഇപ്പോൾ +1 പഠിക്കുന്നു. അവന് ഷെഫ് ആകാനായിരുന്നു അന്ന് ഇഷ്ടം. എപ്പോഴും പറയുമായിരുന്നു. അന്ന് എനിക്കിഷ്ടമില്ലായിരുന്നു. ഇപ്പം അവനൊന്നും പറയുന്നില്ല. പക്ഷെ ഇപ്പോൾ എനിക്കിഷ്ടമാണ്. അവൻ എല്ലാ പരീക്ഷണങ്ങളും ചെയ്യും, നന്നാവാറുണ്ട്. അവൻ്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. നിങ്ങളുടെ വീഡിയോ എല്ലാം കാണാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കമൻറ്റ് വായിച്ചപ്പോൾ ഒരുപാട് സന്തോഷമായി. ഞാൻ മക്കളെ കേൾപ്പിച്ചു. ശരിയാണ്, അവർക്ക് ഷെഫ് ആവാനാണ് ഇഷ്ടം. ചില അച്ഛനമ്മമാർ ചീത്ത പറയും. മറ്റേ ഉസ്താദ് ഹോട്ടൽ കണ്ടിട്ടില്ലേ, കണ്ട ഹോട്ടലിൻ്റെ അടുക്കളയിൽ കയറി പണിയെടുക്കാനാടാ നിന്നെ ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് വളർത്തിയെന്നൊക്കെ ചോദിക്കും. പക്ഷെ അതൊരു നല്ല ജോലി തന്നെയല്ലേ. അവർക്ക് അതാണ് ഇഷ്ടം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കൊരു കൈപ്പുണ്യം ഉണ്ടാവും. അവരെന്ത് ചെയ്താലും ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ അവർ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുമ്പോഴല്ലേ ഏറ്റവും നല്ലത്, സന്തോഷം കിട്ടുക. അപ്പോൾ അവർക്ക് അതാണ് ഇഷ്ടം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ, അതാവട്ടെ. മീര പൊക്കം താനം, അജു ഈസ് വെരി ഇംപേഷ്യൻറ്റ്. ഇറ്റ് വാസ് ഫണ്ണി ടു സീ ഹിം ടോക്കിംഗ് ഷ്രിമ്പ് ടു ദ യാർഡ് ടു ഗെറ്റ് സിലാൻഡ്രോ ടു സീ ഹിം ടേക്കിംഗ് ആയിരിക്കും. ഹിസ് വേ ഓഫ് കുക്കിംഗ് ഇസ് ഡിഫറെൻറ്റ് ദാൻ യൂഷ്വൽ റെസിപ്പി. ഫണ്ണി. ചേട്ടൻ തീരെ ക്ഷമയില്ലാന്ന്. മറ്റേ മല്ലിയില പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അതും കൊണ്ട് പോകുന്നുണ്ടപ്പോൾ ഫണ്ണി ആയിരുന്നു അത്. പിന്നെ യൂഷ്വൽ റെസിപ്പി ചെയ്യണതിനേക്കാളും ഡിഫറെൻ്റ് ആണ് ചേട്ടൻ്റെ കുക്കിംഗ്. വിദ്യ, വാട്ട് ഫസ്റ്റ് ഡ്രൂ മീ ടു യുവർ ചാനൽ വാസ് ദ unintentional natural chemistry between you both. Without trying too hard, your genuine interactions revealed a unique charm, complemented by a subtle, clever sense of humor. It never felt staged. That authenticity was what made your content so enjoyable. As your channel has evolved, I find myself missing some of the effortless spontaneity. While I understand that people grow and content changes, I hope you never lose a natural warmth and authenticity that made so many of us connect with you in the first place. നമ്മൾ മാറ്റം വന്നിട്ടുണ്ടോ? നമുക്ക് വരും കുറേയൊക്കെ മാറ്റം നമ്മളറിയാണ്ട് വരുന്ന സംഭവിക്കുന്ന പ്രായമാവണേൻ്റെ മാറ്റങ്ങൾ ഉണ്ടാവാം. അതല്ലാണ്ടുള്ളൊരു കരുതി കൂട്ടിയിട്ടുള്ളൊരു മാറ്റം വരുത്തണമെന്നില്ല ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ സ്വഭാവത്തിൽ. ഇത്രമാത്രം നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കി. ഞാൻ ഈ ചാനലിൽ എന്ന് വന്നോ അന്ന് തൊട്ട് വരുന്ന കമൻറ്റുകളാണ് എനിക്കിത്. സരിതാജുവിനെ കളിയാക്കുന്നു, ഭർത്താവിന് വിലയില്ല, ഇങ്ങനെ പാടില്ല, അങ്ങനെ പാടില്ല, വീട്ടിൽ പണിയൊന്നും എടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ. എന്നിട്ട് ഞാൻ ഇത്രയും നാളായിട്ട് എനിക്ക് വല്ല മാറ്റം വന്നിട്ടുണ്ടോ? അല്ല, മാറ്റങ്ങള് വരൂല, കുറെയൊക്കെ മാറ്റങ്ങൾ വരും നമ്മളറിയാണ്ട്. വീടിന് ചുറ്റുവട്ടത്തിന് മാറ്റം വന്നു, ഡ്രസ്സിങ് സ്റ്റൈല് ഇങ്ങനെയുള്ള മുടി ഇത് മാറ്റി, അങ്ങനെയൊക്കെയുള്ള ഈ ഫിസിക്കലായിട്ടുള്ള അപ്പിയറൻസിനോ അങ്ങനത്തേനൊക്കെ മാറ്റം വന്നിട്ടുണ്ടാവും. വീടിന്റെ ഉള്ളിൽ ഭംഗിയാക്കി, വീടിന്റെ ചുറ്റുപാടും അങ്ങനെ മാറ്റം വരും. സ്വഭാവത്തിൽ സംസാരം അതിന്റെ ഒപ്പം തന്നെ നമ്മൾ വർത്താനം പറയുമ്പോൾ ചിലപ്പോൾ ഈ പരിസരമൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് മാറ്റം വന്ന പോലെ ഫീൽ ചെയ്യാം. അതൊക്കെയാവും. ഇപ്പോൾ നമുക്ക് ഇന്നസെൻ്റ് ആ ചെറുപ്പത്തിലുള്ള ആ ആക്ടിങ്ങും പിന്നെ അത് കഴിഞ്ഞ് കുറേ ഇങ്ങനെയൊക്കെ ക്രമം മാറി പ്രായമാകുമ്പോൾ ചെറിയ മാറ്റങ്ങൾ വരുന്ന സംഭവിച്ചുകൊണ്ടിരിക്കില്ലേ. അതേപോലെ തന്നെയാണ് എല്ലാവർക്കും പ്രായം ചെല്ലുമ്പോൾ നമുക്ക് ആ ചടലതും ഇതൊക്കെ നഷ്ടപ്പെട്ടില്ല കുറേയൊക്കെ. പിന്നെ കുറേയൊക്കെ ഇപ്പോൾ ചേട്ടൻ്റെ ഒപ്പത്തിന് നിൽക്കണതിന് മാറ്റം വരുന്നുണ്ടാവും. നമ്മൾ കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെയാണ് ചാനൽ തുടങ്ങിയാൽ വെച്ചെങ്കിൽ പൂരടിയായിരിക്കും നിങ്ങൾ കാണാൻ. കാരണം എല്ലാത്തിനും ഞാൻ കയറി പറയും, ഇതെന്തിങ്ങനെ ചെയ്യണം, ഇത് അങ്ങനെ ചെയ്യല്ലേ, ഇതിങ്ങനെ ചെയ്യല്ലേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും.
ഇപ്പം ഇത്രയും കൊല്ലായ കാരണം കുറേ എനിക്കറിയാം, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം പിന്നെ കുറേ ഒന്നും ഞാനിത് എന്തിട്ടേലും ചെയ്തോട്ടെ വെച്ചിട്ട് കണ്ടില്ല എന്നടിക്കും. അതെ, അപ്പം അങ്ങനെ വരുന്ന മാറ്റം ഉണ്ടാവും. നമുക്കൊരു പക്വതയൊക്കെ വരില്ലേ കുറേ നാളാകുമ്പോൾ. ഇത് എന്തിന്, ആരോട്, ഇത് മറ്റേ നാടോടിക്കാറ്റിൽ ശ്രീനിവാസ പറഞ്ഞ ആരോട് പറയാൻ, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ആവുമല്ലോ നമുക്ക്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ വരണ മാറ്റാവാം. അടുത്തത് ജീജ അനിൽ, തേങ്ങ ചിരകിയാൽ പോലും സരിത അജുവിനെ വെറുതെ വിടില്ല, ചേട്ടൻ തേങ്ങ തിന്നോ, ചിരിച്ചു മതിയായി. ആഷിഖ്, 3 വർഷമായി നിങ്ങളുടെ വീഡിയോസ് കാണാറില്ലായിരുന്നു, എന്തൊക്കെയോ കാരണങ്ങളാൽ. അവസാനം കണ്ടത് 600K സബ്സ്ക്രൈബേഴ്സ് സെലിബ്രേഷൻ ആണെന്ന് തോന്നുന്നു. അന്ന് എന്തായാലും മുറ്റം കണ്ടിട്ടില്ലായിരുന്നു, അത് ഉറപ്പാണ്. 3 വർഷം മുന്നേ നമുക്ക് 600K സബ്സ്ക്രൈബേഴ്സ് ആയേ? അതല്ല എന്തായാലും അന്ന് 600 ആയിണ്ടാ, 3 കൊല്ലം മുന്നേ ആണെന്ന് തോന്നുന്നു. അതെന്തായാലും മുറ്റം കണ്ടിട്ടില്ലായിരുന്നു, അത് ഉറപ്പാണ്. പിന്നീട് ഒരു ദിവസം കാണാൻ തുടങ്ങിയപ്പോൾ വ്യൂസ് കുറഞ്ഞു, കണ്ടപ്പോൾ വല്ലാതെ സങ്കടമായി. ഞാൻ പഴയ വീഡിയോസ് നോക്കി, അതിലും കുറവ്. പക്ഷേ ഇപ്പോൾ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ വ്യൂവേഴ്സ് കൂടി വരുന്ന കാണുമ്പോൾ ഉള്ളിൽ നിറഞ്ഞ് സന്തോഷിക്കുന്നു. ഒരുപാട് നന്മകൾ നേരുന്നു. നമ്മുടെ ജീവിതത്തിലുണ്ടാവും, അതേപോലെ തന്നെ ഇതിനും ഉണ്ടാവും. നമ്മള് കുറേ വീഡിയോകൾക്ക് ഭയങ്കര വ്യൂസ് കണ്ട അതിൽ അഹങ്കരിക്കോ ഓവറായിട്ട് സന്തോഷിക്കോ ഞങ്ങൾ ചെയ്യാറില്ല. അതുപോലെ വ്യൂസ് താഴ്ന്നു കാണുമ്പോൾ അയ്യോ, ചിലവരൊക്കെ പറഞ്ഞിട്ടുണ്ട് വ്യൂസ് കുറഞ്ഞാൽ ടെൻഷനാന്നൊക്കെ. ടെൻഷനാണ്. ഈ ഡോക്ടറെ അടുത്ത് പോലെ കൗൺസിലിങ്ങിന് പോലൊക്കെ ചെയ്യണ യൂട്യൂബേഴ്സ് ഉണ്ട് ടെൻഷൻ അടിച്ചിട്ട്. ഇവിടെ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളില്ല. ഞങ്ങൾ എങ്ങനെയാണോ ആ നോർമൽ പോണ അതേപോലെ പോകും. എന്തായാലും സംഭവിക്കില്ല നമുക്ക്. അതെന്താ വെച്ചാൽ നമ്മളെന്നും വീഡിയോ ഇടുന്നുണ്ട്. നമ്മൾ ഈ ചുറ്റുപാടും ഈ വീടും ഈ പരിസരവും ഈ ഞങ്ങൾ തന്നെയാണ് കാണുന്നത്. അപ്പോൾ ബോറടിക്കും. ഇപ്പം ഈ കമൻറ്റ് ഇട്ടിരിക്കുന്ന ഈ ആഷിഖ് എന്ന് പറഞ്ഞ ആൾ തന്നെ പറയണം 3 വർഷമായിട്ട് വീഡിയോ കാണാറില്ലാന്ന്. അപ്പം അതേപോലെ ഒരു കാരണവും ഇല്ലാതെ ചിലപ്പോൾ അത്രയധികം ചാനലുകൾ വേറെ ഉണ്ടല്ലോ, അതിലേക്ക് പോണവരുണ്ടാവും. അപ്പോൾ അവർ വേറെയും കാണട്ടെ, ബാക്കിയുള്ളവർ വീഡിയോ ഇടുണ്ടല്ലോ അവരുടെയും കാണട്ടെ, അപ്പം എല്ലാവരെയും കാണട്ടെ അല്ലേ. എന്നിട്ട് പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ വീട് തിരിച്ചു വരും. ഭൈ ഇവിടെ അതാകെ മാറിയില്ല ഇവിടെ എന്ന് തോന്നും. ഞങ്ങൾക്കും മാറ്റം വന്നിട്ടുണ്ടാവില്ല. പിന്നെ 3 കൊല്ലത്തിന് മുന്നത്തെ ഞങ്ങളുടെ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ അതും ഇപ്പോഴത്തെ നല്ല മാറ്റം ഉണ്ടാവും, ഞങ്ങളെ കാണുമ്പോഴായാലും മുഖം കാണുമ്പോഴായാലും. അപ്പോൾ ആ മാറ്റങ്ങൾ കാണുമ്പോൾ കുറച്ച് നാൾ വീണ്ടും ഒരു ഫ്രഷ്നെസ് തോന്നും, കുറച്ച് നാൾ വീഡിയോ കാണും, വീണ്ടും മടുപ്പ് തോന്നും, പോവും. അതങ്ങനെ നടക്കും. അനുരഞ്ജ് അജുവേട്ടൻ ഹൈലൈറ്റ് മാളിലുള്ള തലശ്ശേരി ബിരിയാണി വാങ്ങിച്ചു കൊടുക്കണം, രുചി അറിയട്ടെ സരിത ചേച്ചി. ഞാൻ ഒരു വട്ടം വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ജഗ്ഗു കഴിച്ചോളൂ അല്ലേ? ഞാൻ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് വരുമ്പോ. ജഗ്ഗു കഴിച്ചോളൂ. ചേട്ടൻ ഒന്നാമത്തെ ബിരിയാണി വലിയ താല്പര്യമില്ലല്ലോ. വിനോദിനി KP, സരിതയെ പണ്ടത്തെ ഒരു ചൊല്ലുണ്ട്, പഠിച്ചതേ പാടൂ, ശീലിച്ചതേ പാലിക്കൂ. ഉദാഹരണം അജു, പറയുന്നത് ഒരു വിധം, ചെയ്യുന്നത് മറ്റൊരു വിധം. അതിനിടയിലുള്ള നിങ്ങളുടെ തർക്കവും വർത്തമാനവും സൂപ്പർ. ബിന്ദു ധനജൻ, ചെമ്മീൻ പാത്രം കൊണ്ട് ഗേറ്റിന് പുറത്തേക്ക് പോകുന്ന അജു, ഞാൻ ഇതുകൊണ്ട് എവിടേക്കാണ് പോകണമെന്ന് പറയുന്നത് കേട്ട് ചിരിച്ച് ചത്തു. ഭൂമിയിലേക്കും ഉണ്ടായോ എന്ന് സംശയിച്ചോ സരിത? ചെമ്മീൻ നിർവ്വാണ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ജഗ്ഗൂസിന് ഇഷ്ടമായാൽ പിന്നെ ഒന്നും പറയാനില്ല. യുണൈറ്റഡ് ടയേഴ്സ്, ഇൻട്രോയിൽ കാണിച്ച പാട്ട് എവിടെ സരിതേ? ഞാൻ വീഡിയോ കാണുന്നതിനിടെ ഉറങ്ങിപ്പോയോ എന്ന് കരുതി വീഡിയോ വീണ്ടും കണ്ടു, പക്ഷെ പാട്ട് മാത്രം കണ്ടില്ല. ഞങ്ങളെ പറ്റിച്ചു അല്ലേ? തൽക്കാലത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു. നമ്മളെ അജു കെട്ടിയോളും അല്ലേ, എങ്ങനെ ക്ഷമിക്കാതിരിക്കും? പറ്റിച്ചിട്ടില്ല. അത് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ കോപ്പിറൈറ്റ് വന്നു. പാട്ട് കട്ട് ചെയ്ത് കളയേണ്ട വന്നു. ഒരു സ്ഥലത്തൊന്നും എടുക്കാനായിട്ട് ഒരു നിർവാഹമില്ല. പകുതി നോട്ട് എടുക്കാനും നോക്കി, അപ്പോഴും കോപ്പിറൈറ്റ്. എപ്പോൾ നോക്കിയാലും കോപ്പിറൈറ്റ്. ആ പാട്ടിന് ഫുള്ള്. ചില പാട്ടുകൾക്ക് പകുതി വെക്കുന്ന എടുക്കുകയാണെങ്കിൽ കോപ്പിറൈറ്റ് അടിക്കില്ല. ചില പാട്ടുകളുടെ തുടക്കം മാത്രം അങ്ങനെയൊക്കെ ഉണ്ടാവും. അതിങ്ങനെ മെയിൽ വരും നമുക്ക്. എന്തിട്ട് കോപ്പിറൈറ്റ് വരുമോ, എന്ത് പ്രശ്നമുള്ള വീഡിയോ നമ്മൾ ഇട്ടാൽ അപ്പം യൂട്യൂബിൽ നമുക്ക് മെയിൽ വരും. ഇത്രാമത്തെ മിനിറ്റ് തൊട്ട് ഇത്രാമത്തെ മിനിറ്റ് വരെ പ്രശ്നമുള്ള കണ്ടന്റ് ഉണ്ട്, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിന് എതിരാണ്, അങ്ങനെ എന്ത് സാധനം നമുക്ക് മെയിൽ വരും യൂട്യൂബിൽ നിന്ന്. അപ്പം നമ്മളത് കളയണം. ശബ്ദം ഉണ്ടാവില്ലേ, നമ്മുടെ ആ ഭാഗം ശബ്ദം ഉണ്ടാവില്ലേ, മ്യൂട്ടായിട്ട് പോകും. അപ്പം എന്തിനാ വെറുതെ എൻ്റെ ഇങ്ങനത്തെ ആക്ഷൻ കാണണ്ടല്ലോ നിങ്ങൾ. അത് കാരണം അത് കട്ട് ചെയ്ത് കളഞ്ഞു. മിഥുൻ P വേണു, ഹോ ആ ബെസ്റ്റ് ചെമ്മീൻ ഓവർ കുക്ക് ചെയ്ത് നശിപ്പിച്ച്. ജനാർദ്ദന ചേട്ടന്റെ സൗണ്ടിൽ വായിക്കാം, നശിപ്പിച്ച്. ആ കൊട്ടാരം പട്ടച്ചാര വെച്ച് നശിപ്പിച്ചു. ഫ്രൈ ചെയ്തപ്പോൾ തന്നെ ചെമ്മീൻ ഒരു വിധം ഓവറായിട്ട് കുക്ക് ചെയ്തു. പിന്നെ വീണ്ടും പാത്രം കഴുകിയ മസാല ഒഴിച്ച് കുക്ക് ചെയ്തു. അവസാനം ലിറ്റർ കണക്കിന് തേങ്ങാപ്പാലൊഴിച്ച് വീണ്ടും കുക്കിങ്. ഇനി ദയവ് ചെയ്ത് ഷെഫ് പിള്ളയുടെ നിർവ്വാണ എന്ന് പറയാതിരിക്കൂ പ്ലീസ്. അജൂസ് വേൾഡിലെ വെപ്രാളം, അജുവിന്റെ പ്രോൺസ് എന്തോ ഒന്ന്. അന്നാണെങ്കിൽ എനിക്ക് ജിമ്മിൽ നിന്ന് വരുമ്പോൾ ഇത് കിട്ടി. ചേട്ടനാണെങ്കിൽ ആ വീഡിയോ കഴിഞ്ഞതിൻ്റെ പിന്നാലെ എന്നെ ചപ്പാത്തി വാങ്ങിച്ചിട്ട് ഇതാക്കി, എന്താ പറയുക, ചുട്ടു. എന്നിട്ട് എനിക്ക് പക്ഷെ അപ്പോൾ വിശപ്പുണ്ടായിരുന്നില്ല. ജഗ്ഗുവൊക്കെ അത് കൂട്ടി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ജിമ്മിൽ നിന്ന് വരുമ്പോൾ എനിക്ക് നമ്മുടെ കുഞ്ഞൻ
അന്ന് കുഞ്ഞൻ കൊണ്ടുവന്നിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ വീഡിയോയില്, ഇവര് ഒപ്പം വരുന്നൊരു കുഞ്ഞെന്ന് പറഞ്ഞൊരു ചേക്കുണ്ട്. അവന് കണ്ട മറ്റേ ഈ ഫുഡിന്റെ പരിപാടിയാ. ഫുഡിന്റെ നമ്മുടെ നിങ്ങൾക്ക് അറിയായിരിക്കും ചിയാരല്ലേ, ചിയാരത്ത് നമ്മുടെ ഇളവരശിയുടെ ചിപ്സിന്റെ ഒക്കെ തൊട്ടപ്പുറത്ത് ഒരു ടേക്ക് അവേയുടെ ഒക്കെ ഒരു ഷോപ്പ്, അതവരുടെയാ. പിന്നെ അവര് വേറെ കുറെ ഔട്ട്ലെറ്റുകളുണ്ട്, കുറെ ഹോട്ടലുകൾക്കും കുറെ സ്ഥലം. നമ്മുടെ തുന്തുരുവിന്റെ അവിടേക്കും ചപ്പാത്തി പത്തിരി ഒക്കെ കൊടുക്കണത്, പൊറോട്ട ഐറ്റംസുകള് കൊടുക്കണത്. ഇവര് ജിമ്മിന് വരുമ്പോ അവനും ജിമ്മിന് വരും. അപ്പൊ ഇടയ്ക്ക് ഇവര് സോപ്പിടാനായിട്ട് സോപ്പിടാ, ഞങ്ങളെ സോപ്പിട്ടിട്ട് അവനും തൊട്ട കാര്യം ഞങ്ങള് ചോദിച്ചു സൗകര്യം കൊടുക്കണ്ട. ഞാൻ അവനെ കാണുമ്പോ ചോദിക്കാം. അവിടെ ചെന്നോടനെ ആ 2 കൊല്ലം കടായി വന്നോണ്ടിട്ട് ഇന്നേ വരെ ഒരു തിന്നാനൊരു മിഠായി വരെ ജിമ്മിലേക്ക് കൊണ്ടുവരാത്തവനാണ്. ഇപ്പൊ ഞാനാണ് ഇവനെ കാണുമ്പോ ഇവനെ ഓരോന്ന് കളിയാക്കാൻ വരും എന്നും തന്നെയാണ്. അപ്പൊ ഞാൻ നീ വലിയ വർത്താനം എന്ന് പറയണ്ടത്, ഇനി ഇത്ര ഫുഡുകളല്ലേ നിന്റെ അവിടെ, ഒരു സാധനം എന്നാ സരിതേച്ചി കഴിച്ചോ ധന്യേച്ചി കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഈ വയസ്സായവരല്ലേ, നിന്റെ അമ്മയുടെ പ്രായമുള്ളവരല്ലേ, എല്ലതും കൊണ്ടുവന്നിണ്ടാ നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ച ആള് ഇപ്പൊ മിക്ക ദിവസം കൊണ്ടുവരും. അങ്ങനെ അപ്പൊ 10 ഒരു വലിയ പാക്കറ്റ് തന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ 10 അതും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. അടിപൊളി ചെമ്മീൻ നിർവാണ അടിപൊളിയാട്ടാ. അടുത്തത് ഹഫ്സത്ത് സലീം ചെമ്മീൻ ഗിർവാണി. അതിന് ശരിക്കും അങ്ങനെ വല്ല പേരിട്ടാ മതി, ചെമ്മീൻ ഗിർവാണം അങ്ങനെ വല്ല പേരിട്ടാ മതി. അപ്പൊ ഷെപ്പിള്ളക്ക് മോശം കേടില്ലല്ലോ. മിഥുൻ പി വേണു അല്ല പറഞ്ഞേ, ആ പേരുണ്ടായിരുന്നു. കണ്ടിട്ട് കുഴപ്പമില്ല, സരിത നല്ലതാണെന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും. ഈ ചെമ്മീൻ കൊണ്ട് ചെമ്മീൻ പിടി ഉണ്ടാക്കാമായിരുന്നു. അജുവിന്റെ കുക്കിങ്ങും സരിതയുടെ സംസാരവും കൊണ്ടാണ് രാവിലെ ആഹാരം കഴിക്കുന്നത്. TV-യിലാണ് കാണുന്നത്, അതുകൊണ്ടാണ് എല്ലാ വീഡിയോസിനും കമന്റ്സ് ഇടാത്തത്. അടുത്തത് മുല്ല ഷബീർ. തകഴയുടെ ചെമ്മീൻ വേദിയിലും സബ്സ്ക്രൈബറുടെ ചെമ്മീൻ കൂട്ടാഞ്ചട്ടിയിലും അവതരിപ്പിക്കുന്ന അജുവേട്ടൻ. കരഞ്ഞു തീർക്കുന്ന കർക്കിടകത്തിന്റെ കണ്ണീര് വീണു നനഞ്ഞ പുൽത്തകിടിയിൽ ഇരുന്നുള്ള പാചകം മനസ്സിനെയും കണ്ണിനെയും ആനന്ദിപ്പിക്കുന്നു. വെളിച്ചെണ്ണയിൽ പോലും പ്രകൃതിയുടെ പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്നു. എന്നിട്ടും നിർവാണയ്ക്ക് ഭംഗി പോരാതെ വീണ്ടും അവയെ വാഴയിലയുടെ പച്ചപ്പിലേക്ക് ആവാഹിക്കുന്നു. ആവാഹനവും ഉച്ചാടനവും കഴിഞ്ഞു, തകർപ്പൻ ഒരു രുചി നോക്കലും. എൻ്റെ പൊന്നോ, ഇനി ഇങ്ങനെയൊക്കെ വർണ്ണിക്കണം, എങ്ങനെയൊക്കെ വർണ്ണിക്കണം എന്ന് ഒരു പിടിയുമില്ല അജുവേട്ട സരിതേച്ചി. പിന്നെ ലൈല മജ്നുവിൻ്റെ കഥയിലെ മജ്നു എന്നത് അദ്ദേഹത്തിൻ്റെ പേരല്ലാട്ടോ സരിതേച്ചി, അദ്ദേഹത്തിൻ്റെ പേര് ഖയസ് എന്നാണ്, ലൈലയുടെ ഖയസ്. വീട്ടുതടങ്കലിൽ ആയ ലൈലയെ അന്വേഷിച്ച് മരുഭൂമിയിലൂടെ അലഞ്ഞലഞ്ഞ് അദ്ദേഹം ഒരു പ്രാന്തനായി. മജ്നു എന്ന വാക്കിന്റെ അറബിയിലുള്ള അർത്ഥം പ്രാന്തൻ എന്നാണ്. ഈ കഥ ഒരു നാടകമാക്കി കളിച്ചൂടെ നിങ്ങൾക്ക്? ഇത്തരം കഥകളിൽ അഭിനയിച്ചാൽ നല്ലൊരു കലാകാരനാവാൻ സാധിക്കില്ലേ നിങ്ങളുടെ സമിതിയിലെ കലാകാരന്മാർക്ക്? പിന്നെന്താ, അവര് അല്ലെങ്കിൽ തന്നെ ഭയങ്കര ക്വാളിറ്റി കൂടിയവരാ. ഇത് റൈൻ റോസ്. സരിതയുടെ ഡ്രസ്സ് ബാനർ വെട്ടി അടിച്ച പോലെ ഉണ്ട്, നിറയെ എഴുത്തുകളുള്ള ഡ്രസ്സാണ് ഞാട്ടുണ്ട്. ആശ, നിങ്ങളുടെ സ്ഥിരം കാഴ്ചക്കാരാണ്, കുറേ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, 2-3 തവണ ചോദിക്കുന്നു എനിക്ക് മറയൂർ ശർക്കര വാങ്ങാനുള്ള എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ? നിങ്ങൾ വാങ്ങുന്ന ശർക്കര നമ്മുടെ വീട്ടുകാരെ ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. താമരശ്ശേരി തറവാട് നമ്മുടെ കുടുംബത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്, എന്നും കാണും, ഇതൊന്ന് പറഞ്ഞു തരണേ. ഇപ്പൊ സൂപ്പർ മാർക്കറ്റിൽ കിട്ടില്ല. എവിടെ സ്ഥലം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു എറണാകുളത്തൊക്കെ, എറണാകുളമാണെങ്കിൽ എറണാകുളത്ത് സൂപ്പർ മാർക്കറ്റിൽ കിട്ടും, കുറേ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. മറയൂർ ശർക്കര ജ്യൂസ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സെർച്ച് ചെയ്താൽ അവരുടെ വീഡിയോ നമ്മൾ ഇട്ടത് വരും. അപ്പൊ അവരുടെ ഫോൺ നമ്പർ ഫോൺ നമ്പർ വിളിച്ചാൽ അവര് അഡ്രസ്സ് പറഞ്ഞാൽ അവർ നമുക്ക് വീട്ടിലേക്ക് അയച്ചു തരും. ഗില്ലി ബോസവർ, നമുക്ക് ഒരു 10-15 മിനിറ്റ് അടച്ചു വെക്കാം ട്ടാ. 2 സെക്കൻഡ് കഴിഞ്ഞു. നമുക്ക് ഒരു 15 മിനിറ്റ് വേണ്ട, ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. വീണ്ടും ഒരു 2 സെക്കൻഡ് കഴിഞ്ഞ് 10 മിനിറ്റ് വേണ്ട, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, ഒരു 2 സെക്കൻഡ്. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഇപ്പൊ തന്നെ ഇത് എടുക്കാം. അടുത്തത് OFCLID. എൻ്റെ പൊന്നു ചേട്ടാ ചേച്ചി, ചിരിച്ച് പൂവിൻ്റെ ഇല പൊട്ടിക്കട്ടെ. അജു ചേട്ടൻ തെറ്റിച്ച് പറയണ കേട്ടാൽ ചിരിച്ചു ചാവും, റിപ്പീറ്റ് ഇട്ട് കേട്ട് ചിരിക്കും. അമ്മേ. ഗായത്രി ജയൻ, പൂവിൻ്റെ ഇല പൊട്ടിക്കാം, മത്തൻ്റെ തോരൻ പൊട്ടിക്കാം. എൻ്റെ അജു രാവിലെ തന്നെ നാക്കുളുക്കിയാണല്ലോ, ചിരിച്ചൊരു വഴിയായി. ഇന്ന് സരിതയെ നല്ല ഭംഗിയുണ്ട് കാണാൻ, പിങ്ക് കളർ നന്നായി ചേരുന്നുണ്ട്. അടുത്തത് ശാന്തി വിജയൻ. തോരന് തേങ്ങ ചേർക്കുന്നത് കുറയ്ക്കാനായിട്ട് അജു ബാക്കി തിന്നോളും സരിത, പാവം അജു. ഇപ്പൊ 2 വീഡിയോയിലായി അജു പറയുന്നുണ്ട് മാംഗോസ്റ്റിൻ മരം അവിടെ കൊണ്ട് നട്ടത് സരിതയ്ക്ക് അമ്മിയിലരയ്ക്കുമ്പോൾ വെയിൽ കൊള്ളാതിരിക്കാനാണെന്ന്. എന്ത് സ്നേഹമുള്ള ഭർത്താവ്. പിന്നെ ചൂളമരം എന്നൊരു മരമുണ്ട്, എൻ്റെ ചെറുപ്പത്തിൽ തടിമില്ലിൻ്റെ ഭാഗത്ത് റോഡരികിൽ കണ്ടിട്ടുണ്ട്. ഏകദേശം രുദ്രാക്ഷക്കായുടെ പുറം പോലെ അല്പം നീണ്ടുരുണ്ട ആകൃതിയാണ് ഇതിന്, ഇല സൂചി പോലെ. USA-യിലും കണ്ടിട്ടുണ്ട്. സരിത മൂളിയ കബി കബി മേരെ പാട്ട് ഇഷ്ടമാണ്. തും പാസ് ആയേ, എത്ര നല്ല ഹിന്ദി പാട്ടുകളുണ്ട്.
അടിച്ചമർത്താൻ എന്താ വേദനയാണോ ചട്ടിയിലിട്ട് വേവിച്ചത്. കരോട്ടിനോയിഡ്, അതായത് കരോട്ടിൻ, മത്തങ്ങ, ക്യാരറ്റ്, മഞ്ഞ നിറത്തിലുള്ള പച്ചക്കറികൾ, പഴങ്ങൾ എല്ലാത്തിലും ഉള്ളതാണ്. തോരൻ സൂപ്പർ, നിങ്ങൾ സൂപ്പർ, വീഡിയോ സൂപ്പർ, നമസ്കാരം, ആശംസകൾ പ്ലസ് സ്നേഹം ഈക്വൽസ് ശാന്തി ചേച്ചി. കഴിഞ്ഞില്ലേ ചേട്ടാ. അംബിക മേനൻ, ഐ യൂസ് ഓൾവേസ് വണ്ടർ അബൌട്ട് അശോക് വേൾഡ്, നോ മോർ കമന്റ്സ് ഫ്രം ഹിം, ഹോപ്പ് ഹി ഈസ് ഓക്കെ. അതന്നെ, ആളെ കുറിച്ച് ഒരു വിവരമില്ല. ഓരോടനെ ഇതുപോലെ കുറെ നാൾ വരാണ്ടെന്നിട്ട് പിന്നെ ആൾ ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കമന്റ്. ഇപ്പൊ ആള് വീണ്ടും കാണാണ്ട്. എവിടെയാന്നറിയില്ല. മുത്തുലക്ഷ്മി, ഞാൻ ചാറ്റ് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങിയത് അജു പറഞ്ഞിട്ടാ. അടിപൊളി. നിവിൻ ഫെർണാണ്ടസ്, മത്തമ്പൂവിന്റെ ഇല പൊട്ടിക്കാം, മത്തൻ ഇലേരെ പൂ പൊട്ടിക്കാം, തുടക്കം ഗംഭീരം. സരിതയുടെ അസുഖം എനിക്ക് ഉണ്ടിട്ടാ. ഒരു പാട്ട് ഇഷ്ടപ്പെട്ടാൽ അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഒരാഴ്ച നീണ്ടു നിൽക്കും, ചിലപ്പോൾ ഒരു മാസത്തോളം നീണ്ടു നിൽക്കും, പിന്നെ അത് വെറുത്തൊരു മൂലക്കിടും. കറക്റ്റ് കേട്ട് 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 പിന്നെ അത് ഇഷ്ടമില്ലാണ്ടാവും, കേൾക്കണതേ ഇഷ്ടമില്ലാണ്ടാവും. മിന്നൽ വാള കയ്യിലിട്ട പെണ്ണഴകി, ഈ പാട്ട് ഞാൻ ഇതിങ്ങനെ കേട്ട് നമ്മുടെ ഫസ്റ്റ് തോട്ടാണ്ട് കേട്ടപ്പോൾ അങ്ങടേ ഭയങ്കര ഇഷ്ടമായിട്ട് അതിങ്ങനെ കേട്ട് 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 പിന്നെ അത് കേൾക്കണതേ വെറുപ്പായി. പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നീട് കുറേ കാലത്തിന് ശേഷം അത് വേറെ എവിടെന്നെങ്കിലും കേൾക്കുമ്പോൾ വീണ്ടും കേൾക്കാൻ തോന്നും. അതന്നെ. 7 തരം പൂവ് തോരൻ വെക്കാനോ വഴറ്റാനോ എടുത്താൽ അതിൻ്റെ പൂമ്പൊടി വരുന്ന ഭാഗം റിമൂവ് ചെയ്യണം. എൻ്റെ ചെറുപ്പത്തിൽ അമ്മൂമ്മ ചെമ്പരത്തി പൂ വഴറ്റി തരുമായിരുന്നു. വീട്ടിൽ ചുവന്ന ചെമ്പരത്തി ധാരാളം ഉണ്ടായിരുന്നു. അതുപോലെ ചെമ്പരത്തിയുടെ സ്ക്വാഷും ജാമും വീട്ടിൽ ഉണ്ടാക്കുമായിരുന്നു. ഈ ചുമന്ന അരിയുടെ കഞ്ഞി കുടിക്കുമ്പോൾ അതിന് എന്തെങ്കിലും ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു. ആ സംശയം ഇന്ന് തീർന്നു. അടുത്തത് അബ്ദുൾ അലി, ഹലോ അജുവേട്ട, സരിത ഇന്നത്തെ വീഡിയോ ഉഷാറായിട്ടുണ്ട്. സരിത ഹിന്ദി പാട്ട് പാടട്ടെ, വിട്ടുകൊടുത്തേക്ക് അജു. സരിത ഹിന്ദി പാടി ഒരു ഹിന്ദിക്കാരി ആകാൻ പോവുകയാണ്. പിന്നെ മലയാളമൊക്കെ മറന്നു പോകും സരിത. പിന്നെ ഹിന്ദി ഒരു സംസാരമുണ്ട്, അജുവേട്ടനോടും അലിക്കായനോടും ഹിന്ദി ആയിരിക്കും. പിന്നെ ആ കുഴപ്പമില്ല, എനിക്കറിയാം. ഞാൻ 30 വർഷം സൗദിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. സരിതയ്ക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല. സരിത ഹിന്ദി പറഞ്ഞാൽ ഞാൻ അങ്ങോട്ടും തന്നെ സംസാരിക്കും. അജു ചേട്ടൻ വിഷമിച്ചു പോകുമല്ലോ. സാരമില്ല, ഞാൻ പറഞ്ഞു തരാട്ടോ തർജമ. മത്തന്റെ തോരൻ ഞാൻ കണ്ടു, വളരെ ഉഷാറായിട്ടുണ്ടല്ലോ. അലീക്ക മലപ്പുറം. ലേലി ബേസിൽ, അജു സരിത ജഗ്ഗുമോൻ, ഇന്നത്തെ പാചകം മത്തൻ പൂവ് തോരനും ബ്രൗൺ റൈസ് കഞ്ഞിയും നന്നായി. പിന്നെ കഞ്ഞിക്ക് അജു പറഞ്ഞ ഡെഫിനേഷൻ കേട്ട് നല്ല രസമുണ്ട്. അടുത്തത് മണികണ്ഠൻ നായർ, അജുവേട്ടന്റെ തമാശയും അത് കേട്ട് സരിതേച്ചിയുടെ ചിരിയും സൂപ്പർ. ഞാനും ഒപ്പം ചിരിച്ചുപോയി. പാചകത്തോടൊപ്പം വാചകവും സരിതേച്ചിയുടെ പാട്ടും കൂടിയാവുമ്പോൾ നിങ്ങളുടെ വീഡിയോ കണ്ടിരിക്കാൻ എന്ത് സുഖമാണെന്നോ. എല്ലാ ദുഃഖവും മറക്കുന്നു. സന്തോഷം. അടുത്തത് രജിത പ്രവീൺകുമാർ, പണ്ടത്തെ പോലെ പത്തിലത്തോരൻ വെക്കുന്നേ ഞങ്ങൾ വെച്ചുട്ടോ. ദക്ഷിണ എന്ന ചാനലുണ്ട്, ചിലപ്പോൾ കാണുന്നുണ്ടാവും. അതിലൊരു മുത്തച്ഛനും മുത്തശ്ശിയും വെക്കുന്നുണ്ട്. നിങ്ങളുടെ ചാനൽ കാണുന്ന പോലെ അഡിക്റ്റ് ആണ് ദക്ഷിണ ചാനലും. കണ്ടാൽ ഫുൾ കഥ കേട്ടുകൊണ്ടിരിക്കും. പിന്നെ അജുവേട്ട, സരിത, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനലുകളെ കുറിച്ച്, അതായത് സ്ഥിരമായി വീഡിയോ ഇടുമ്പോൾ വേഗം കാണണമെന്ന് ആഗ്രഹിക്കുന്ന ചാനലുകളെ പറ്റി ഒന്ന് വീട്ടുവർത്തമാനത്തിലൂടെ പറയാമോ? പറയാം. ഇനി നമുക്കൊരു വീഡിയോ പറയാം. ഏകാന്തം ഈ തീരം, അമ്മേ ഒരു കഷ്ണം കുമ്പളങ്ങിയും വേവിച്ച വൻപയറും നാളികേരപ്പാലും ചേർത്ത് കുഞ്ഞുള്ളിയും കാന്താരിയും മൂപ്പിച്ച് പച്ച വെളിച്ചെണ്ണ താളിച്ചുണ്ടാക്കുന്ന ആ മത്തങ്ങ പൂവോലൻ്റെ രുചി ഓർക്കുമ്പോൾ തന്നെ കണ്ണ് നിറഞ്ഞു തുളുമ്പുന്നുണ്ട്. അടുപ്പ് കൂട്ടിയ വിറക് വേവുന്ന മണവും കഞ്ഞിക്കലത്തിൻ്റെ വക്കിലിരുന്ന് ആവി പറക്കുന്ന ചോടിയുടെ ഗന്ധവും ഇപ്പോഴും ഈ മൂക്കിൽ തുമ്പത്തുണ്ട്. യാന്ത്രികമായി നഗരത്തിരക്കുകളിൽ വിശപ്പിൻ്റെ വിളിക്ക് മുന്നിൽ എന്തൊക്കെയോ വാരിവലിച്ച് തിന്നുമ്പോൾ അറിയാതെ ഓർത്തു പോകുന്നത് അമ്മയുടെ ആ കൈപുണ്യമാണ്. ജീവിതത്തിൻ്റെ കയ്പുകളെല്ലാം ആ കറിയിലെ ഉപ്പും എരിവും പോലെ അലിയിപ്പിച്ചു കളയാൻ അമ്മയ്ക്കൊരു മാന്ത്രിക വിദ്യ അറിയാമായിരുന്നു. നീ എന്നേക്കുമായി യാത്ര പറഞ്ഞിറങ്ങിപ്പോയ ആ ദിവസം ഈ മകൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടത് അമ്മയെ മാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ട രുചിക്കൂട്ടുകളെയും കൂടിയായിരുന്നു. ഇന്ന് എവിടെയൊക്കെ ഇരുന്ന് യൂട്യൂബിൽ അജുവേട്ടൻ്റെ നാടൻ പാചക വീഡിയോകൾ കണ്ട് കൊതിയോടെ തൊണ്ടയിൽ എന്തോ കുടുങ്ങിയതുപോലെ മിണ്ടാതിരിക്കാനേ എനിക്ക് കഴിയുന്നുള്ളൂ. ഓരോ വറ്റും കോരിയെടുക്കുമ്പോൾ അമ്മയുടെ സ്നേഹം നിറഞ്ഞ ആ വിരലുകൾ എൻ്റെ ചോറ്റുപാത്രത്തിൽ തൊട്ട് കളിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. കണ്ണു തുടയ്ക്കാൻ പോലും മറന്ന് ആ ദൃശ്യങ്ങളിൽ കണ്ണും നട്ടിയിരിക്കുമ്പോൾ നെഞ്ചിലെവിടെയോ ഒരു വിറയൽ പടരുന്നു. അമ്മ ഈ ലോകം വിട്ടുപോയെങ്കിലും എൻ്റെ ഓരോ ദിവസത്തെയും വിശപ്പിൽ അമ്മയുടെ മണമുണ്ട്. എനിക്ക് വിശക്കുമ്പോൾ ഓടിയെത്തി ഉണ്ണി ഇത്തിരി കഴിക്കി എന്ന് പറയാൻ ഇനി ആരുമില്ലല്ലോ എന്നോർക്കുമ്പോൾ ഉള്ളുപിടയുന്നു. ആകാശത്തിരുന്ന് ഇതൊക്കെ കാണുന്നുണ്ടോ എൻ്റെ അമ്മ? ഈ മകൻ്റെ വയറിലെ തീ മാത്രമല്ല, കൺമുന്നിൽ കത്തിയിരുന്ന ഓർമ്മകളുടെ കനൽക്കൂട് കൂടിയാണ് കാണുന്നത്. സ്വന്തം കൈകൊണ്ട് എനിക്ക് വാരിത്തരാൻ ഇനി അമ്മയില്ലെന്ന സത്യം ഉൾക്കൊള്ളാൻ ഇനിയും എനിക്ക് കഴിഞ്ഞിട്ടില്ല. അമ്മയുടെ തലോടലുകൾ കിട്ടാത്ത ഈ ലോകത്ത് അമ്മ ഉണ്ടാക്കിയ രുചിക്കൂട്ടുകളുടെ ഓർമ്മകൾ മാത്രമാണ് ഇപ്പോഴും എൻ്റെ ഏകക്കൂട്ട്. എൻ്റെ നെഞ്ചിൽ ഒരു വലിയ മുറിവായി നീ മാറിയപ്പോൾ ഈ ജീവിതത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടത് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ നിധിയാണെന്ന് അമ്മ അറിഞ്ഞിരുന്നു.
വിഷമം വരും കമൻറ്റുകളൊക്കെ എഴുതാൻ. അടുത്തത് സിനി ശ്രീ ഈസി കിച്ചൻ. കത്ത് വായിച്ചു കേട്ടപ്പോൾ അജുവേട്ടന് മാത്രമല്ല ഇവിടെ ഇരുന്ന് കേൾക്കുന്ന പ്രേക്ഷകർക്കും കോരിത്തെരിച്ചു. പിന്നെ അജുവേട്ടന്റെ കാര്യം പറയാനുണ്ടോ? സാജിദ് അജുവേട്ടന്റെ കണ്ണു നിറഞ്ഞു. അപ്പോൾ സന്തോഷവും സങ്കടവും തോന്നി. അതിലപ്പുറം സരിത ചേച്ചി ആ സ്നേഹത്തിൽ കുതിർന്ന കണ്ണുനീർ കണ്ടപ്പോൾ അതിലും കൂടുതൽ സന്തോഷം. ഇനിയും കുറെ കാലം ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഡെയ്സി ബാബു അജുവേട്ടനെ കണ്ണു നിറഞ്ഞപ്പോൾ എൻ്റെയും കണ്ണു നിറഞ്ഞു. അജുവേട്ടൻ ഒരുപാട് കഴിവുകളുള്ള ആളാണ്, ഒരിക്കലും ഒതുങ്ങിക്കൂടേണ്ട ആളല്ല. മിക്ക ആളുകളും അജുവേട്ടൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവിടെ ബുദ്ധി കൊണ്ട് അത് തിരുത്തി കാണിക്കണം അജുവേട്ട. ഈ കത്ത് വായിച്ചപ്പോൾ എൻ്റെ നെഞ്ച് തന്നെ ഇടിക്കുന്നു. ഒരുപാട് സന്തോഷം. ലവ് യു അജുവേട്ട സരിതേച്ചി. സുഷമ NP കഴിഞ്ഞ ദിവസം അജുവിൻ്റെ വിജ്ഞാനത്തെപ്പറ്റി ഞാനും സീതാദേവിയും സംസാരിച്ചതേ ഉള്ളൂ. സീതാദേവി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മേട്ടാ, അമ്മയുടെ കൂട്ടുകാരിയാണ് ഈ സുഷമ ആൻറ്റി. അജുവിന് ധാരാളം അറിവുകൾ പറയാനുണ്ടാവും. അത് കണ്ടപ്പോൾ സീതാദേവിയാണ് അജുവിനോട് എങ്കിൽ കോടീശ്വരിൽ പങ്കെടുത്തുകൂടെ എന്നൊരിക്കൽ ചോദിച്ചത്. ആ ചോദ്യം മനസ്സിൽ കിടന്നു. പിന്നീട് സരിതയുമായി ആലോചിച്ചിട്ടാണ് കോടീശ്വരിൽ പോകാൻ തയ്യാറെടുത്തത്. അടുത്ത് രഞ്ജിത്ത് മേനോൻ. അന്ന് വായിച്ചിരുന്ന മംഗളം കുമാരി വെള്ളി നക്ഷത്രമായിരുന്നു അല്ലേ? മുകേഷ് 2001. ഞാൻ വായിച്ചിരുന്നു പണ്ട്. മംഗളം മനോരമയൊക്കെ വായിച്ചിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ വലിയ വലിയ യന്ത്ര നോവലൊക്കെ വായിച്ചു കൊടുത്തത് വെറും 9, 8 പഠിക്കുമ്പോഴാണ്. മലയാറ്റ രാമകൃഷ്ണൻ്റെ യന്ത്ര നോവലേക്ക് IASകാരുടെ. അപ്പം അച്ഛൻ പറഞ്ഞു ആദ്യം നീ പഠിച്ച് പാസ്സാവും, എന്നിട്ട് അവൻ IASകാരെ കഥയൊക്കെ പഠിക്കാനായിട്ടെന്ന്. മനസ്സിലായി? അത് ഭയങ്കര ഒരു യന്ത്രം എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്ക് പോകുന്ന ഒരു കട്ടിയുള്ള ഒരു പുസ്തകമാണേ നോവല്. നമ്മൾ വായിച്ച പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി മനോരമയിലത്തെയും മംഗളത്തിലത്തെയൊക്കെ നോവലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥിരം നമ്മൾ പേര് മോഹൻലാൽ പറയില്ലേ, കഥാപാത്രം അയാൾ കഥ എഴുതുന്നതിൽ പറയില്ലേ, മാറുന്നു, കഥ ചെയ്യും, റബ്ബർ വെട്ടുകാരൻ അലാറ, ഇങ്ങനെ ആകെ മാറി മറിച്ചാന്ന് എനിക്ക് മനസ്സിലായി. അതുകൂടി പിന്നെ ഞാൻ അതിലത്തെ നോവലുകളൊന്നും വായിക്കാറില്ല. ബോബനും പൊളിയും വായിക്കും. ഏറ്റവും ആദ്യം തന്നെ എടുക്കുന്ന മനോരമയുടെ ബാക്കിലത്തെ പേജാണ് ബോബനും പൊളിയും. പിന്നെ ഫൈലത്തെ ബന്ധുക്കൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ കുറേ ചെറിയ കള്ളികളിൽ കുറേ അറിവുകളുണ്ടാവും അതൊക്കെ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടിയാലും ഏത് ഒരു കടലാസ് കൊണ്ട് റോട്ടിൽ നിന്ന് കിട്ടിയാലും ഞാനതൊക്കെ എടുത്ത് പരതി വായിക്കും. അതിനിപ്പോൾ ഇന്നതൊന്നുമില്ല, ഇന്ന സാധനമൊന്നുമില്ല, ഒക്കെ വായിക്കും. പിന്നെ ഇഷ്ടംപോലെ വാരികളും അതും ഇതൊക്കെ പഠിക്കും. എല്ലാവരും ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്ന് ഞെട്ടിപ്പോയിട്ടുണ്ട് കാണാൻ. സ്പോർട്സ് മാസികകൾ, പിന്നെ ഫാസ്റ്റ് ട്രാക്ക് പോലെ വണ്ടികളെ കുറിച്ചിട്ടുള്ള അങ്ങനത്തെ മാസികകൾ, വെള്ളി നക്ഷത്രം, നാന, അങ്ങനത്തെ സാധനങ്ങൾ, ഗൃഹലക്ഷ്മി, വനിത, അങ്ങനത്തെ ടൈപ്പ് പേപ്പറിൽ. പിന്നെ പേപ്പർ മനോരമയും മാതൃഭൂമിയുണ്ട്. പിന്നെന്തൊട്ട് ഏതിനെ കുറിച്ചിട്ടുള്ളതായിരുന്നു, യാത്ര, അങ്ങനത്തെ ബുക്കുകൾ, ഇങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങൾ. ഇങ്ങനെ എന്തൊക്കെ വാരികൾ ഏതൊക്കെ അല്ലാണ്ട് ഇവരെല്ലാവരും വായിക്കും. ചേട്ടൻ മാത്രല്ല കേട്ടാ, സജീവനായാലും ഒക്കെ ഇത് ഫുള്ളരിച്ച് പറക്കി വായിക്കും. എന്നിട്ട് എന്തുട്ടാന്നറിയോ, ഇവരുടെ ഒരു വഴക്ക് നടക്കും ഇവിടെ മറ്റെന്താ പറയുക, ഇവിടെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പോലെയൊക്കെയാണ് ഇവിടെ നടക്കുക. ചേരി തിരിഞ്ഞിട്ടൊക്കെയുള്ള ആക്രമണങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. തമാശക്കാണ് കേട്ടാ. ഇവർക്ക് എല്ലാവർക്കും ഒക്കേത്തിനെ കുറിച്ച് ഭയങ്കര അറിവല്ലേ, ആരും വിട്ടു കൊടുക്കില്ല. സംസാരിക്കാൻ തുടങ്ങിയ ചാനൽ ചർച്ചയും മറ്റേ തമ്മിലൊന്നും ഒന്നുമല്ല ഇവിടെ നടക്കണ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവര് പണ്ടൊക്കെ വർത്താനം പറയാതിരിക്കുമ്പോ ബിജു അല്ലേ ഇങ്ങനെ ഓടുന്നു കൊണ്ട് തമാശക്കാട്ടാ അങ്ങനെയൊക്കെ ഇരുന്നു. അനിത സോബി, ഒന്ന് വെയിറ്റ് ചെയ്യാമായിരുന്നു. ട്രീ ഹൗസിന്റെ പ്ലാൻ ചുരുക്കണ്ടായിരുന്നു. പിള്ളേരെ കെട്ടിച്ചു കൊടുക്കാനൊന്നും ഇല്ലല്ലോ, വീടും മുകളിൽ എടുക്കാൻ സാധ്യതയില്ല. ജഗ്ഗു ഒറ്റ മോനല്ലേ, അപ്പൊ പിന്നെ ട്രീ ഹൗസ് സൂപ്പർ ആക്കായിരുന്നു 450 സ്ക്വയർ ഫീറ്റിൽ തന്നെ. ഈ അനിത ചേച്ചി പറയണത് ഇങ്ങനെ. ബാക്കി ഇതിൽ തന്നെ ഒരു കമന്റ് ഉണ്ടല്ലോ, 200 സ്ക്വയർ ഫീറ്റിന്റെ താഴെ അല്ല, പ്രാന്ത് പിടിച്ചാൽ ചങ്ങലിക്കിടാം. ചങ്ങലിക്ക് പ്രാന്ത് വന്നാൽ എന്ത് ചെയ്യുന്നു പറഞ്ഞ പോലെ നിങ്ങളുടെ കാര്യം. കാശ് എന്തുകൂടെ ചെയ്യണ്ടെന്ന് അറിയണില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. കാശ് ഭയങ്കരമായിട്ടുണ്ട്. നമ്മൾ സോബി പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെ ചെയ്യില്ലോ. അതെ, അത് ചെയ്താനെ 450 സ്ക്വയർ ഫീറ്റിന്റെ ചെയ്താന്. ഇത് അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ആവശ്യമുള്ള സാധനമാണെങ്കിൽ നമ്മൾ പൈസ ഇപ്പം നോക്കിയാൽ റോഡ് 7.5 ലക്ഷം രൂപയാവും അവിടെ നിന്ന് ഇവിടം വരെ പണി. 7.5 ലക്ഷം നമ്മൾ എടുക്കേണ്ടി വരില്ല, നമ്മൾ 2 ലക്ഷം അത്രയ്ക്ക് എടുക്കേണ്ടി വരുള്ളൂ. അപ്പോൾ നമ്മൾ അത് പക്ഷെ ആവശ്യമുള്ളതാണ് ഈ റോഡ്. നിങ്ങൾ ഇപ്പോഴത്തെ റോഡിന്റെ അവസ്ഥ കണ്ടാൽ മതി. അതും ചില്ലറ വഴിയല്ല, അവിടെ നിന്ന് ഇവിടം വരയ്ക്ക് വരാനുള്ളത്. അപ്പോ അത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇതെന്ന് പറയാം. ട്രീ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമൊന്നുമല്ല, ആഡംബരമാണ് ഞാൻ പറയും. അതെ, ഒരാഗ്രഹമാണ് ചേട്ടന്റെ. അപ്പൊ അത്
അത് മുഴുവനായിട്ടുള്ള ആഗ്രഹം സാധിക്കണമെങ്കിൽ കുറെ കാശാവും. അപ്പൊ നമ്മൾ അതിനെ ചുരുക്കി മുകളിൽ കയറി ഇരിക്കാവുന്ന ഒരു സെറ്റപ്പ് ആക്കണം, അതിന്റെ വലിപ്പമൊക്കെ ഒന്ന് ചെറുതാക്കണം, അത്രേ ചെയ്യണുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ്. അടുത്ത് ഷാജിയോ റിയൽ ലൈഫ്. ഹായ് ഹലോ, സരിതാജുവിനോട് ട്യൂണ എന്ന് പറയരുത്, അത് പിന്നെ ടീനായാവും. അപ്പൊ പിന്നെ ടീനെ പിന്നെ അജുവിനെ തേടി വരും. അതുപോലെ ഞാൻ പറയുന്നുണ്ട് ചേട്ടനോടെ, എന്നുവെച്ചാൽ ഈ ചേര, ചീര, പിന്നെ ഒരു കോര എന്നൊക്കെയല്ലേ പറയണേ. അപ്പൊ ഞാൻ ട്യൂണാന്ന് പറയുക, അതാവുമ്പോ തെറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ആളിങ്ങനെ കമന്റ് ഇട്ടത്. നമ്മൾ സ്പീഡിൽ പറഞ്ഞു പോകുമ്പോ തെറ്റിപ്പോണതാണ് വെപ്രാളം കൊണ്ട്. അതുപോലെ അജുവിൻ്റെ ഈഫൽ ടവർ സാക്ഷാത്കരിക്കട്ടെ. ഞാൻ ഈ റെസിപ്പി ചെയ്തിട്ടുണ്ട്, ചപ്പാത്തിക്ക് കൂട്ടാൻ നല്ലതാണ്. ലവ് യു ഗൈസ്. രാധാമണി. അജു സരിത കത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ അജുവിൻ്റെ പേര് പറഞ്ഞിട്ട് അജുവിന് മാത്രം എനിക്ക് സന്തോഷമായി കണ്ണു നിറഞ്ഞു. സൂപ്പർ. മുകേഷിൻ്റെ കോടീശ്വരം പരിപാടി ഞാനും കണ്ടിരുന്നു. അടുത്തത് ഓമന ടോമി. സരിത എത്ര ഭാഗ്യവതിയാണെന്നോ, കാരണം അജുവിനെ പോലൊരു ഭർത്താവിനെ കിട്ടിയത്. എത്രയോ സ്ട്രേറ്റ് ഫോർവേഡ് ആണ് അജു. പറയുമ്പോൾ ചില വാക്കുകൾ തെറ്റും, എന്നാലും എല്ലാം ട്രാൻസ്പാരൻ്റ് ആണ്. അജുവിൻ്റെ സ്വഭാവം ഒത്തിരി ഇഷ്ടം. അടുത്ത് ഗായത്രി വിജയൻ. കേര, ചൂര, ചീര, കീര എന്തായാലും സൂപ്പർ. പ്യുവർ വെജിറ്റേറിയനായി ഞാൻ നിങ്ങളുടെ സകലമാന മത്സ്യ മാംസ പാചകവും കാണും. അത്ര രസമാണ് നിങ്ങളുടെ എല്ലാ വീഡിയോസും. ഇന്ന് അടുത്ത കൊല്ലം മുതൽ അജുവിൻ്റെ നാടകം കാണാൻ കാത്തിരിക്കുന്ന ഞാൻ. ഗായത്രി വിജയൻ ആളല്ലേ കമന്റ് ഇട്ട മറ്റേ ഇവിടെ വീട് വയ്ക്കണമെന്ന് മയിലിപ്പാടത്ത്. അടുത്തത് മിനി മുരളി. സരിതയെ ആളുകൾ കുറ്റപ്പെടുത്താനുള്ള കാരണം സാധാരണ ബുദ്ധിയും സൗന്ദര്യവും ഒരുമിച്ച് കിട്ടുന്നത് വിരളം തന്നെയുമല്ല, ഒരു കാര്യം മുൻകൂട്ടി കാണാനുള്ള കഴിവ് നല്ലപോലെയുണ്ട്. അതൊരു മാക്സ് ബുദ്ധിയാണ്. കാര്യങ്ങൾ തിരുത്തുന്നത് നല്ല കാര്യമാണ്. അല്ലെങ്കിൽ എന്തിന് ഈ നല്ല പാതി. കണ്ടാ, സൗന്ദര്യവും ബുദ്ധിയും ഒരുമിച്ച് കിട്ടല് അങ്ങനെ എളുപ്പല്ലാന്ന്. പൊന്നു. പ്രതികരണം പരിപാടി കലക്കി. ഓരോന്നും സരിത വായിക്കുമ്പോൾ പലതിനും അഭിപ്രായം പറഞ്ഞിടണമെന്ന് തോന്നും. പക്ഷെ സരിതയ്ക്ക് പുറം വേദന എന്ന് പറഞ്ഞപ്പോൾ വേണ്ടെന്ന് വെച്ചു. അത്രയ്ക്ക് വായിക്കാനുണ്ടാവും. പിന്നെ മത്തൻ കഞ്ഞിവെള്ളം താളിപ്പ് ഞാൻ ഇന്നലെ ഉണ്ടാക്കി സൂപ്പറായിരുന്നു കേട്ടോ. അജുവേട്ടൻ ഒരാഹാരത്തിനും രുചിയില്ല എന്ന് പറയില്ല, അതൊരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം പണ്ട് ദാരിദ്ര്യം ഉണ്ടായിരുന്ന കാലത്ത് വിശപ്പിന് മുന്നിൽ എല്ലാം രുചിയുണ്ടായിരുന്നു. ഭക്ഷണം കിട്ടാക്കനി പോലെയായിരുന്നു. അതൊരു കാലം. ഇന്നത്തെ തലമുറകൾ അതൊന്നും അറിയുന്നില്ല. എന്നും രാവിലെ ഈ ചാനൽ കണ്ടിരുന്ന് ഫുഡ് ഉണ്ടാക്കാൻ മടിയാകും. ഇനിയും എഴുതി പോകും, നിർത്തട്ടെ. ഐറ. എൻ്റെ മകൾ ഇപ്പോൾ ജപ്പാനിലേക്ക് പോയിരിക്കുവാണ് PhDയുടെ ഭാഗമായിട്ട് കോൺഫറൻസിന്. പെൺകുട്ടികൾ നന്നായി പഠിച്ചു ഉയരട്ടെ, നല്ല നിലയിലെത്തി മനുഷ്യർക്ക് ഉപകാരപ്പെടട്ടെ. അവൾ ന്യൂറോ സയൻസ് ആൻഡ് ഓട്ടിസം ആണ് സബ്ജക്റ്റ് എടുത്തത്. ജഗ്ഗുവും നന്നായി പഠിക്കട്ടെ, നല്ല ഉയരങ്ങളിൽ എത്തട്ടെ. എന്താല്ലേ, നല്ല കാര്യം. നമുക്കൊരു അഭിമാനമില്ല നമ്മുടെ മക്കളൊക്കെ അങ്ങനെ എത്തിപ്പെടാന്ന് പറഞ്ഞു. യാത്രാ സീരീസ്. ഹായ് അജു സരിത ജഗ്ഗു. ലാസ്റ്റ് ഇയറിൽ നിങ്ങൾ മഴക്കാലത്ത് ഒരു വീഡിയോ ചെയ്തിരുന്നു, പ്രവാസികൾക്ക് വേണ്ടി ഒരു മഴക്കാല നടത്തം. അതുപോലെ നിങ്ങളുടെ ചുറ്റുപാടും കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാമോ? വാറെല്ലാം ആയതിനാൽ ഇത്തവണ നാട്ടിലേക്കില്ല. മഴ ഏറ്റവും മനോഹരമായി കാണുന്നത് നിങ്ങളുടെ വീഡിയോയിലാണ്. അതാണ് ഇന്നിട്ട വീഡിയോ, ഞായറാഴ്ച ഇട്ട വീഡിയോ. ചേട്ടൻ ഈ കമന്റ് കണ്ടപ്പോഴാണ് ആ മഴ പെയ്യും പിന്നെ വീഡിയോ എടുക്കണം ഇറങ്ങിയതാ. എടുത്തെടുത്ത് പിന്നെ വെള്ളം കൂടി. കുഴപ്പമൊന്നുമില്ല, നല്ല വെയിലായി. അത് മഴ ഒരു മഴ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോട്ടിൽ മാത്രം നല്ല മഴ പെയ്യണോട്ടാ. അല്ലാണ്ട് ശക്തമായ മഴ ഇല്ല, ഭയങ്കര ശക്തിയിൽ മഴ ഒരു മണിക്കൂറൊക്കെ 2 മണിക്കൂറൊക്കെ നിർത്താണ്ട് പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് അങ്ങനെ റോട്ടിൽ വെള്ളം. അതൊരു അരമണിക്കൂർ മഴ മാറിയാൽ മതി, ആ വെള്ളം ഒലിച്ചു പോകും. അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഇവിടെ ഭീകര പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടാ. എന്റെ കൃഷ്ണ, കമന്റ് വായിച്ച് തളർന്നു. പിന്നെ അതിൽ ഇരിപ്പ് പറയണേ, നിനക്ക് വെള്ളം തായ്ക്കണേ പോയിട്ട് വെള്ളം കുടിച്ചോട്ടാ എന്നിട്ട് പറയാം. പക്ഷെ ഇവിടെ എണീക്കാൻ പാടില്ല കേട്ടോ, ഇവിടെ ഇരിക്കണം. ഇവിടെ ഇരുന്നു കൊണ്ട് അടുക്കളയിൽ പോയിട്ട് വെള്ളം കുടിക്കാനുള്ള മാന്ത്രിക ശക്തിയൊന്നും എനിക്കില്ല. അല്ല, ഫ്രൈമീന്ന് പോവും നമ്മളെ ഒരു പൊടിക്ക് ഒരു കടുകുമണിക്ക് കുതിരാട്ടം പറഞ്ഞ പോലെ ഒരു കടുകുമണിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മളും ഇതും ഫ്രൈമീന്ന് തവിട് പൊടിയും അങ്ങനത്തെ കുഴപ്പമുണ്ട്. അപ്പൊ നിർത്താട്ടാ. അപ്പൊ സന്തോഷം. അപ്പൊ അടുത്ത വീഡിയോ കണ്ടവരെ നന്ദി, നമസ്കാരം.